ഹരിഹി ഹരിഹി ഹരിഹി. ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. യം ശൈവാസമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ. യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമരം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി ഹരി ഹരി. ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു. നമുക്കൊരു 3 തവണ പതിവ് പോലെ ഓങ്കാരം ജപിക്കാം. എനിക്ക് ജപിക്കാൻ ശബ്ദനാളം അത്ര കൂട്ടാക്കണില്ല, സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം എനിക്ക് പകരം കൂടി നിങ്ങളെല്ലാവരും കൂടി ജപിക്കണം. ഇതാ ഹരി ഹരി. ജപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ ഈ ജപം, ഈ സംയുക്തമായിരിക്കുന്ന ഓങ്കാരം ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹവർഷങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം എന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഈ ജപം നടത്താൻ. കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇതാ ഓ ഇത്ര അമാന്ത നിങ്ങളെല്ലാവരും ശബ്ദം ഉപയോഗിക്കാൻ എന്താ വിരോധം? ബാക്കി എന്തെങ്കിലും നിങ്ങൾ സമർപ്പിച്ചാൽ ഭഗവാൻ വരാൻ വൈകും. ശബ്ദം കൊടുത്താൽ വേഗം വന്നില്ലെങ്കിൽ അത് കാറ്റ് അന്തരീക്ഷത്തിൽ പോയി കളയും, പെട്ടെന്ന് വരാൻ്റെ കഴിയില്ല. നല്ലോണം ആലോചിച്ചോളൂ. ഓ എനിക്ക് തീരെ തൃപ്തിയായിട്ടില്ല. ഇങ്ങനെ ആയാൽ നമ്മുടെ സത്രം വേണ്ടതുപോലെ ഒന്നും ആവുമെന്ന് തോന്നുന്നില്ല. ഓ ഒരു ശ്ലോകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെയും പറഞ്ഞു കാണുമല്ലോ. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ
മംഗലായതനം ഹരിഹി. വളരെ ലളിതമായിട്ടുള്ള ഒരു ശ്ലോകമാണത്. ഇത് വാസ്തവത്തിൽ വെറും ഒരു ശ്ലോകമാണോ അല്ല, അത് വലിയ ഒരു പ്രസ്താവനയാണ്, ഒരു പ്രഖ്യാപനം, ഒരു വിജ്ഞാപനം, ഒരു വിളംബരം. എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത് സുഖം, സന്തോഷം, തൃപ്തി, സൗഭാഗ്യം, ഉൾനിറവ്, ഇതൊക്കെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. നിങ്ങളൊക്കെ പറയും വീടും കുടിയൊക്കെയാണ് വേണ്ടത്. ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. പക്ഷേ ഈ വീട് കൊണ്ടും കുടി കൊണ്ടും കുടുംബം കൊണ്ടും എല്ലാം കൊണ്ടും അവസാനം അനുഭവം കിട്ടുന്നത് എവിടെയാണ്? മൂക്കിലോ മുഖത്തിലോ ആണോ അനുഭവം? അനുഭവം എവിടെയാണ്? ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്സിലും ഹൃദയത്തിലുമാണ്. ആ മനസ്സിലും ഹൃദയത്തിലുമുള്ള നിറവ് വരാനായിട്ട് വാസ്തവത്തിൽ ഈ പൊരുളൊന്നും ആവശ്യമില്ല. ഉണ്ടെങ്കിലോ ഒട്ടും പ്രയോജനമില്ല. അതിനുള്ള ഒരൊറ്റ വഴി നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരിഹി. ആരുടെ ഹൃദയത്തിലാണോ മംഗളത്തിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന ഹരി കുടികൊള്ളുന്നത്, ആ കൂട്ടർക്ക് നിത്യോത്സവോ ഭവേത്തേഷാം. ഒന്ന് പറയൂ എല്ലാവരും കൂടി. കഷ്ടം. ഇങ്ങനെയാണോ നിങ്ങൾ പറയണത്? എൻ്റെ മരപ്പാവകളെ പിടിച്ചു വെച്ചാൽ അത് ഇതിൽ നല്ലോണം പറയുമല്ലോ. ഒന്ന് ഉറക്ക നല്ലോണം പറയും. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീർനിത്യമംഗളം നിത്യശ്രീർനിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരിഹി. നിങ്ങൾ ചെയ്യുന്ന പൂജയും പുഷ്പവും ആരാധനയും ഒക്കെ ഭഗവാനെ അകത്ത് പിടിച്ചിരുത്താൻ വേണ്ടി ആവണമെന്ന് മാത്രമേ ഇവിടെ പറയുള്ളൂ. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ആവശ്യം ഭഗവാനെ പിടിച്ച് ഹൃദയത്തിൽ വയ്ക്കണം. ഒന്നാമത് നിങ്ങൾ ഭഗവാനെ പിടിക്കാറില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ പലരും വരും ഗുരുവായൂരിലൊക്കെ പോയിട്ട്. ഞാൻ ചോദിക്കും, അതെ നിങ്ങൾ ഗുരുവായൂരപ്പനെ അവിടെ വിട്ടിട്ട് വന്നോ അതോ കൊണ്ടുവന്നു വന്നു? ഒരൊറ്റ ആൾ ഇന്നേ വരെ ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ആൾ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ പോണത്? ഭഗവാനെ അവിടെ പിടിച്ചിരുത്താനാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വേണോ? അവിടെ ഭഗവാൻ ഇരിക്കണത് പോകുന്നവർക്ക് ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ടുവരാനാണ്. സർവ്വ ആൾക്കാരും അവിടെ ചെന്നാൽ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. എങ്ങനെയാണ് കൊണ്ടുവരിക? അതിന് പാത്രവും കീത്രമൊന്നും വേണ്ട, നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചങ്ങോട്ട് കൊണ്ടുവരണം. ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാനുള്ള വഴിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ അടി തൊട്ട് മുടി വരെ പ്രഖ്യാപിക്കുന്നത്. ഭഗവാനെ എങ്ങനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം എന്നതാണ് ചോദ്യം. സദ്യോ ഹൃദ്യമരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. വേണ്ടതുപോലെ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുകയാണ്, കേൾക്കുകയാണ് ശ്രദ്ധയോടുകൂടി എന്ന് വെച്ചാൽ സദ്യോ ഹൃദ്യമരുധ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ തക്ഷണാത്. ആ കേട്ട് 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 ആ കേൾക്കുന്നതിലൊരു താതാത്മ്യം വന്നു എന്നിരിക്കട്ടെ, ഉടനെ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ പറ്റും. അങ്ങനെ പറ്റിക്കുന്നതാണ്, പ്രതിഷ്ഠിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ രചനയും അതിൻ്റെ ഘടകങ്ങളും അംഗോപാംഗങ്ങളും സ്കന്ധങ്ങളും അതിൻ്റെ വളർച്ചയും വികാസവും എല്ലാം തന്നെ. ഇതൊരു 10 പേരെങ്കിലും മനസ്സിലാക്കിയാൽ എത്ര നന്നായി എന്നറിയാമോ നിങ്ങൾക്ക്? അതാണ് ഞാൻ പറയുന്നത്. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരി. ഞാനിത് എപ്പോഴാണ്
ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഈ ശ്ലോകങ്ങളൊക്കെ കണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ സ്വതവേ ഒരു ഭാഗവതക്കാരനല്ല. ഞാൻ ഭാഗവതനാകാം, പക്ഷേ ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ഒരാളല്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ മാതാജി സുലഭാദേവി ദിവസേന ശ്രീമദ് ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നു. മുഖ്യമായിട്ടും മാതാജി സുലഭാദേവിയാണ്. പിന്നെ ഒരന്തർജനം ഉണ്ടായിരുന്നു മുല്ലനേഴി മനയിൽ, സാവിത്രി. അവരും പറയാറുണ്ട്, സ്വാമിജിക്ക് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു പ്രവേശമുണ്ടായി, അതിൽ താല്പര്യം ജനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഊരകത്തിൽ വന്ന് സപ്താഹം നടത്തിയത് എന്ന് പറയും. ഞങ്ങൾ ഊരകത്തിൽ താമസിക്കുന്ന സമയത്താണ്. ഇവർ രണ്ടുപേരാണ് എന്നെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് കുറച്ചൊന്ന് ഇറക്കിയിട്ടുള്ളത്. ഞങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പിന്നാലെയല്ല അധികം പോകാറുള്ളത്. ഉപനിഷത്തുകളും ഭഗവത്ഗീതയും പ്രകരണ ഗ്രന്ഥങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ ഇതൊക്കെ കൂടിയതാണല്ലോ. അത് കഥകളോടും ഉപകഥകളോടും ചരിത്രത്തോടും നമ്മുടെ ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടും എല്ലാ വിധത്തിലും ഒരു സംഹിതാ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം. അതുമാത്രമല്ല, നമ്മളുടെ ഇവിടുന്ന് പിന്നാക്കങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് രചിച്ചതും നിലനിൽക്കുന്നതുമാണ് ശ്രീമദ് ഭാഗവതം. ഒരു 1400 വർഷങ്ങൾ മുമ്പ് രചിച്ചതാണെന്നാണ് പറയണത്. അതും ദക്ഷിണ ഭാരതത്തിൽ രചിച്ചു എന്നൊക്കെയാണ് അഭിപ്രായം, അറിവുള്ളവരും വിശകലനം ചെയ്യുന്നവർക്കുമൊക്കെ. വാസ്തവത്തിൽ ഈ ശ്രീമദ് ഭാഗവതം വിഷ്ണു പുരാണത്തിൻ്റെ ഒരു വികസിത രൂപമാണെന്നാണ് പറയുക. അപ്പോൾ ഏറ്റവും നമ്മുടെ സമീപത്ത് നിൽക്കുന്ന ഈ ശാസ്ത്രത്തിൽ അന്നേ വരെയുള്ള ചിന്താഗതിയും മനുഷ്യരുടെ പരിശീലനങ്ങളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഭക്തജനങ്ങളുടെ അനുഭവങ്ങളും എല്ലാം തന്നെ ക്രോഡീകരിച്ചു വച്ചിരിക്കുന്നതാണ്. അതാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിശേഷം. അതിൽ പ്രതിപാദിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ എന്ന് പറയൂ. എന്താ നിങ്ങൾ പറയുമ്പോൾ ഒരു ചൊടിയില്ലാത്ത? ഉറക്ക ചൊല്ലൂ. ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഭക്തി ഭഗവാനോട് തോന്നുന്ന സ്നേഹം, ആശ്രയം, അതാണ് ഭക്തി. ആ ഭക്തി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വിരക്തി ലോകത്തിനോട് വേണം. അതല്ലെങ്കിൽ ഈ ഭക്തിക്ക് യാതൊരു തരത്തിലുള്ള ഫലമോ പ്രസക്തിയോ ഉണ്ടാവില്ല. ഈശ്വരനോട് ഭക്തി തോന്നുക എന്ന് പറഞ്ഞാൽ നശ്വരമായിരിക്കുന്ന ഈ ലോകത്തോട് വിരക്തി തോന്നുക എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ഭാഗത്തെ ഈശ്വരനോടുള്ള സ്നേഹവും ആശ്രയവും വിശ്വാസവും, മറുഭാഗത്തെ ഈ ലോകത്തിനോട് അതില്ലായ്മയും, ഇത് രണ്ടും കൂടി വന്നാൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സ് വളരെ പവിത്രമാകും, പക്വമാകും, വികസിതമാകും, ഗാഠമാകും, ഉന്നതമാകും, ഉത്കൃഷ്ടമാകും, വളരെ പരമമാകും. ആകുന്ന സമയത്ത് തന്നെത്താനെ സംഭവിക്കുന്നതാണ് ഭഗവത് പ്രബോധ എന്ന് പറയൂ. പിന്നെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ഭഗവാൻ എന്താണ് എന്നുള്ള പ്രബോധം നമ്മുടെ മനസ്സിൽ തന്നെ അത് സംബന്ധിച്ച ഉണർവുണ്ടാവും. വാസ്തവത്തിൽ ഈ മനസ്സ് തന്നെ ഉണർവാണ്. ആ ഉണർവ് വാസ്തവത്തിൽ ഭഗവാനാണ്. ഈ മനസ്സല്ലാത്തൊരു ഭഗവാനില്ല. പക്ഷേ അത് മനസ്സിലാവുന്നില്ല മനുഷ്യർക്ക്. എന്താ ഇപ്പം മനസ്സിൽ നിൽക്കുന്നത് മുഴുവനും ഈ ചെകുത്താനാ. ഏത് ചെകുത്താൻ? ഈ നശ്വരമായിരിക്കുന്ന ലോകവസ്തുക്കളുടെ പ്രതിച്ഛായകൾ മാത്രമാണ് മനസ്സിലുള്ളത്. ഒരു ഉണ്ണി ജനിച്ചതിന് ശേഷം കരയാൻ തുടങ്ങിയതിന് ശേഷം ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ടാണ് ജനിക്കുന്നത്. ആ സ്പർശം എന്ന് പറയുന്നത് തന്നെ ഒരു ഐന്ദ്രിയ അനുഭവമാണ്. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുടിക്കുമ്പോഴോ തൊടുമ്പോഴോ അത് രുചിച്ചിട്ടുള്ള ഒരനുഭവം. എല്ലാവരും വന്ന് എടുക്കുമ്പോൾ ത്വക്കിൽ പിന്നെയും അനുഭവമായി. അവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന അനുഭവമായി. ക്രമേണയാണ് കാണുന്ന അനുഭവം ഉണ്ടാവുന്നത്, മണക്കുന്ന അനുഭവം ഉണ്ടാവുന്നത്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളിലൂടെ 5 അനുഭവങ്ങൾ ഉള്ളിൽ രൂപം കൊള്ളുമ്പോഴാണ്
മനസ്സെന്ന് പറഞ്ഞിട്ടൊരു സാധനം അവിടെ സംജാതമാകുന്നത്, ജനിക്കുന്നത്. നമ്മളാരും ജനിക്കുമ്പോൾ ഒരു മനസ്സോടുകൂടി ജനിക്കുന്നില്ല. ജനിച്ചതിന് ശേഷം ഇന്ദ്രിയങ്ങൾ അവയുടെ പ്രവൃത്തികൾ നടത്തി വരുമ്പോൾ അതിനൊരു കേന്ദ്രീകരണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുക. കാണുന്നു, കേൾക്കണു, മണക്കണു, രുചിക്കണു, തൊടുന്നു, ഇതെല്ലാം ചെന്ന് വീഴുന്നത് ഒരേ ഒരു കേന്ദ്ര തലത്തിലാണ്. ആ കേന്ദ്ര തലത്തിലാണ് അപ്പോൾ ഓർമ്മയും അനുഭവവും എല്ലാമായി ഒരു മനസ്സ് രൂപപ്പെടുന്നത്. ആ മനസ്സ് രൂപപ്പെടുന്നതോടുകൂടി മനസ്സ് കൊണ്ടുവരുന്ന പ്രതിച്ഛായകളെയെല്ലാം ഒന്ന് പരിശോധിച്ച് കുറേശ്ശെയായിട്ട് ഗുണദോഷങ്ങളോടുകൂടി ഒരറിവ് നമുക്ക് ജനിക്കണം. അപ്പോഴാണ് ബുദ്ധി രൂപപ്പെടുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ്റെ വളർച്ച. അപ്പോൾ ജനിച്ചത് തന്നെ ഈ ലോകത്തിനെ കാണാനാണ്. ഈ ലോകത്തെ കാട്ടിത്തരുന്നത് ആരാണ് എന്നുള്ള ഒരു ആലോചന ആയിരിക്കും. എവിടെയാണ് നമ്മൾ കാണുന്നത്, ആരാണ് കാട്ടിത്തരുന്നത്, എന്താണ് കാട്ടിത്തരുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ദേഹത്തിൻ്റെ ഉൾമണ്ഡലത്തെക്കുറിച്ചുള്ള ചെറിയ തോതിലെങ്കിലും ഒരു ബോധം, ഒരു വിവേകം മനസ്സിൽ ജനിക്കുന്നത്. ഈ ലോകത്തെ നാം കാണുന്നു. കണ്ടുടനെ അതിൻ്റെ മഹിമയും അതിൻ്റെ ആകർഷണവുമായി നമ്മുടെ മനസ്സിൽ. എപ്പോഴെങ്കിലും നിങ്ങളിരുന്നൊന്ന് ആലോചിക്കാറുണ്ടോ? എന്ത്? ഈ ലോകത്തിനെ ഞാൻ കാണുന്നു. ഈ ലോകത്തെ കാണുന്നു. ആരാ ഈ കാണുന്നത്? ലോകമാണോ കാണുന്നത്? ലോകമാണോ നമ്മളെ കാട്ടിത്തരുന്നത്? ലോകത്തിനെ കാണുന്നതും ആ കാഴ്ചയും ആ കാഴ്ചയുടെ ഉടമസ്ഥനും കാണാൻ തുടങ്ങിയവനും കാണുന്നവനും കണ്ടവനും കണ്ടതിനെ ഓർമ്മ വയ്ക്കുന്നവനും ആ ഓർമ്മകളെ ക്രോഡീകരിച്ച് വിലയിരുത്തി ഒരറിവും അനുഭവവും വിവേകവും വിശേഷബുദ്ധിയും ആക്കി രൂപപ്പെടുത്തുന്നതും എല്ലാം എവിടെയാണ് നടക്കുന്നത്? ലോകത്തിലോ ഉള്ളിലോ? ഒന്ന് പറയണപ്പാ. ഈ ലോകം അവിടെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെ കാണാൻ പറ്റിയ ഒരാൾ ജനിച്ചാലല്ലേ ഈ ലോകത്തിനെ കാണാൻ പറ്റുള്ളൂ. അപ്പം ലോകത്തിനെ ഞാൻ എൻ്റെ കാഴ്ചയായിട്ടാണ് കാണുന്നത്, എൻ്റെ ഉണർവായിട്ടാണ് കാണുന്നത്. ഈ ലോകത്തിനെ കാണുന്നത് ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ടല്ല, എൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. എൻ്റെ കണ്ണ് രചിച്ചത് ആരാന്നൊന്ന് നിങ്ങൾ പറയാമോ? ഒരൊറ്റ ആൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ കണ്ണ് രചിച്ചത് ആരാ? നിങ്ങളൊക്കെ ഇവിടെ അമ്മമാരുണ്ടല്ലോ, കുട്ടികളെ പെറ്റവർ. ആ ഗർഭാശയത്തിൽ ആ ബീജം രൂപപ്പെട്ട് വളരാൻ തുടങ്ങി പൂർണ്ണ വളർച്ചയായി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിച്ച് വരുന്നത് വരെ ആ അമ്മ എന്ന് പറയുന്ന ആൾക്ക് അതിൽ വല്ല പങ്കുണ്ടോ? ആ കണ്ണു തുറയും. ഒരു പങ്കുമില്ല. അമ്മയുടെ വിശപ്പിന് അമ്മ ഊണ് കഴിച്ചു, ഇത്രതന്നെ ഉള്ളൂ. ആ ഗർഭകോശത്തിൽ ഗർഭസ്ഥ ശിശുവിന് വേണ്ടി ഒരമ്മയും ഒരു പൂഴി നുള്ളി ഇടുന്നില്ല, സാധിക്കില്ല. അച്ഛന് തീരെ പറ്റില്ല. ജനിച്ചതിന് ശേഷം പൊക്കിൾക്കൊടി മുറിച്ച് കഴിഞ്ഞാലാണ് പിന്നെ അമ്മയുടെ ശുശ്രൂഷണോ പോക്കോ വരവോ ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഗർഭസ്ഥമായിരിക്കുന്ന ശിശു, ആ ഫീറ്റസിൻ്റെ പൂർണ്ണമായ വളർച്ച ഉണ്ടാക്കി തീർത്തത് ആരാ? പുറത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവോ ഒരു ശക്തിയോ ഒരു സ്വാധീനമോ ആണോ? എന്താ അവരും മിണ്ടാതെ? ഡോക്ടറോട് പോയി ചോദിക്കും. അല്ലപ്പാ, ആ ഗർഭസ്ഥ ശിശു, ആ ഭ്രൂണം എന്ത് ചെയ്തു? തൻ്റെ ഇഷ്ടത്തിനും തൻ്റെ ശക്തിക്കും അനുസരിച്ച് അമ്മയുടെ ശരീരത്തിൽ നിന്ന് രക്തം എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് സ്വയം ആ രക്തം എടുത്ത് വളർന്നിരിക്കുക. എന്നിട്ടാണ് കണ്ണ്, മൂക്ക്, ചുണ്ട്, നാവ്, സർവ്വ അവയവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തെ നാം കാണുന്നുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ വല്ല സഹായം കൊണ്ടാണോ, അതോ നമ്മളുടെ ഗർഭസ്ഥ ശിശു സ്വയം ഉണ്ടാക്കി തീർത്ത ഇന്ദ്രിയങ്ങളും എല്ലാം തലച്ചോറും എല്ലാറ്റിൻ്റെയും സഹായത്തോടു കൂടി അത് സ്വയം കാണുന്നതോ? അപ്പോൾ ഈ ലോകത്തെ കാട്ടിത്തരുന്നതിൽ ആ കാണുന്ന ലോകമോ കാണപ്പെടുന്ന ലോകമോ മേലെ, അതോ കാട്ടിത്തരുന്ന ഉൾവൈഭവമോ മേലെ?
ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ശ്രീമദ് ഭാഗവതം നിങ്ങളോട് പറയുന്നത് ഇത് മനസ്സിലാക്കുമെന്നാണ്. ഇവിടെ സ്വാമിജി ഒരു ശ്ലോകം ചൊല്ലിയല്ലോ, യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഉള്ളിലാണ് ഈ കോലാഹലം മുഴുവൻ നടക്കുന്നത്. നമ്മുടെ ശരീരം വളരെ പരിമിതമാണ്. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉള്ളുണർവുണ്ടല്ലോ, അത് അപരിമിതമാണ്. ആ ഉള്ളുണർവിലാണ് ഈ കാണുന്ന അനന്തമായ പ്രകാശം, അനന്തമായ വിശ്വം. അതിൽ അസംഖ്യം എണ്ണമറ്റാത്ത വൈവിധ്യങ്ങളും അംഗങ്ങളും സംഖ്യകളുമൊക്കെയുണ്ട്. അതൊക്കെ ഇവിടെ പതിയണത് ഈ ചെറിയ കണ്ണിലല്ല. കണ്ണിൻ്റെ സഹായത്തോടു കൂടി ഉള്ളിലുള്ള മനോമേഖലയിൽ, മനസ്ഥലത്തിൽ, ഉണർവിൻ്റെ തലത്തിലാണ് ഇത് മുഴുവൻ പ്രകാശിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും ഇങ്ങനെ താൻ തന്നെ രചിച്ച ഇന്ദ്രിയങ്ങളിലൂടെ കണ്ട് എല്ലാറ്റിൻ്റെയും പ്രതിച്ഛായകൾ ഉൾത്തലത്തിൽ പതിപ്പിക്കുന്ന ആ ഉൾ സാന്നിധ്യമുണ്ടല്ലോ, അതാണോ മേലെ, അതോ കാണപ്പെടുന്ന ഈ പ്രപഞ്ചമോ? എന്താ കണ്ടുകൂർക്കുന്നത് നിങ്ങൾ? ഈ ലോകം നമ്മുടെ കാഴ്ചയാണ്, ലോകത്തിൻ്റെ കാഴ്ചയല്ല. ഈ ലോകത്തിനെ ആകൃതിപ്പെടുത്തുന്നത് എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അതിന് രൂപം നൽകുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അതിന് രൂപം നൽകുന്നത്. ഞാനില്ലാതെ ലോകമില്ല. ഈ ലോകമുണ്ടെന്ന് പറയുന്നത് ലോകമല്ല, നമ്മളാണ് പറയുന്നത് ലോകമുണ്ടെന്ന്. അത് ലോകമാണെന്ന് പറയുന്നത് നമ്മളാ. ഡോഗ് എന്നുള്ള വാക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതേപോലെയാണ് ഗോഡ് എന്നുള്ള വാക്കും നമ്മുടെ അക്ഷരമാലയിൽ നിന്ന് നാം രചിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ലോകത്തെ കാണുന്നു എന്ന് ഞാനാ പറയുന്നത്, ലോകമല്ല. ഇത് ലോകമാണെന്ന് ഞാൻ പറയുന്നതാണ്. അതെന്തുകൊണ്ടാണ്? ഞാനതിനെ കാണുന്നു, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പല വിധത്തിലുള്ള പ്രതിച്ഛായകൾ എൻ്റെ ഉൾത്തലത്തിൽ രൂപപ്പെടുത്തി ആ ഉൾത്തലത്തിലുള്ള പ്രതിച്ഛായകളെ മാത്രമേ ഞാൻ കണ്ട് അനുഭവിക്കുന്നുള്ളൂ. എനിക്കും ഈ ബാഹ്യ ലോകത്തിനുമായി പുലബന്ധം പോലുമില്ല. ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സ് രചിച്ച പ്രതിച്ഛായകളെ ഞാൻ കാണുന്നു. ഈ ലോകമില്ലാതെ നമ്മുടെ ഉള്ളിൽ പ്രതിച്ഛായകൾ നിങ്ങൾക്കിത് ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? ഈ ലോകമില്ലാതെ നമ്മളിൽ പ്രതിച്ഛായകൾ ഉണ്ടാക്കാൻ പറ്റുമോ? സ്വാമിജി ലോകമുള്ളത് കൊണ്ടല്ലേ പ്രതിച്ഛായ ഉണ്ടാക്കണത് ചോദിച്ചാൽ കൂട്ടരെ അല്ല. ജാഗ്രത അവസ്ഥയിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ പ്രതിച്ഛായകൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ രൂപപ്പെടുന്നുള്ളൂ. കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കാണുന്ന പ്രപഞ്ചം മുഴുവനും ആരാ രചിക്കുന്നത്? അപ്പോഴും ഉണ്ടായിരുന്നു. ആരാടോ ഈ സ്വപ്നം രചിക്കുന്നത്? ലോകമാണോ രചിക്കുന്നത്? അതോ സുപ്തനോ? ഉറങ്ങിക്കിടക്കുന്നവൻ. ആ ഉറങ്ങിക്കിടക്കുന്നവൻ അവൻ ആരാ? അവനൊന്നുമല്ലാത്തവൻ, ഒരിടത്തുമില്ലാത്തവൻ. ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട, വിശപ്പ് വേണ്ട, ഒരു സാധനം ആവശ്യമില്ല. തൻ്റെ ഉള്ളിൽ അമർന്ന് രസിച്ച് സൗഭാഗ്യത്തോടുകൂടി, സാഫല്യത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ നിന്നുണ്ടാവുന്നതാണ് സ്വപ്നം. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ സ്വപ്നം ഉണ്ടാവുന്നത്. ആ സ്വപ്നലോകം ഈ ഉറങ്ങുന്നവന് സൃഷ്ടിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ അതേ സുപ്തൻ തന്നെയല്ലേ ഈ എഴുന്നേറ്റിരിക്കുമ്പോൾ ഈ ലോകത്തിനെ സൃഷ്ടിക്കുന്നത് ആരാ? ഏതെങ്കിലും ഒരാളിവിടെ ഉറക്കത്തിൽ നിന്നല്ലാതെ എണീറ്റ ഒരാളെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരാമോ? ഉറക്കത്തിൽ നിന്നല്ലാതെ എണീറ്റ ഒരാളെങ്കിലും കാണിച്ചു തരാമോ എന്ന് മറുപടി പറയുക. എല്ലാവരും പറയണം. ഇതവരും ഉണ്ടാതെ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാ, മൂഢന്മാരാണോ? ഉറക്കത്തിൽ നിന്നല്ലാതെ എണീറ്റ ഒരാളെ എനിക്ക് കാണിച്ചു തരാമോ എന്ന്. എണീറ്റിരുന്നതിന് ശേഷം ഉറങ്ങാത്ത ഒരാളെ കാണിച്ചു തരാമോ? അപ്പോൾ ഈ എഴുന്നേൽപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഉള്ളിലാ? രണ്ടുറക്കത്തിൻ്റെ ഉള്ളിലാ. ഈ ഉറക്കം ലോകത്തിൻ്റെയോ എൻ്റെയോ?
നിങ്ങളോട് സംസാരിക്കാണ്ടിരിക്കുക നല്ലത്. ഈ ലോകത്തിൻ്റെ നിൽപ്പ് രണ്ടുറക്കത്തിൻ്റെ മധ്യത്തിലല്ലേ? അല്ലേ? ഈ രണ്ടുറക്കത്തിൻ്റെ ഉള്ളിലല്ലാതെ ഒരു ലോകമുണ്ടോ? ഉറങ്ങുന്നവനാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഞാൻ ഉണർന്നാൽ എൻ്റെ ഉണർവിൻ്റെ പ്രതിഫലനമാണ് ലോകം. ഞാൻ 18 മണിക്കൂറോ 17 മണിക്കൂറോ ഉണർന്നിരിക്കണു, 16. അത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗം കിടന്നുറങ്ങുക ചെയ്യണത്. അപ്പോൾ എത്രത്തോളം നേരം ലോകത്തിനെ കണ്ടുവോ അതിൻ്റെ പകുതി നേരം ഞാൻ കാണാതെ ഇരിക്കുന്നു. അങ്ങനെ കാണുന്നത് ഞാനും എന്നിലുമാണ്, കാണാതെ ഇരിക്കുന്നതും ഞാനും എന്നിലുമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഉത്പത്തിയും നിലനിൽപ്പും എവിടെയാണെന്ന് പറയൂ നിങ്ങൾ? എന്താ അതാ പറയണത്? പമ്പര വിഡ്ഢികളാണ് നമ്മൾ. സ്വല്പമെങ്കിലും നമ്മൾ ആലോചിക്കുന്നില്ല. ഈ ലോകം കാണപ്പെടുന്നു, കാണുന്നവൻ ഞാനാണ്. കാഴ്ച എൻ്റെയാണ്, ലോകത്തിൻ്റെ അല്ല. ഞാൻ ലോകത്തെ കാണുന്നു, കണ്ടതിന് ലോകമെന്ന് ഞാൻ പറയുന്നു. അതിന് പേര് കൊടുക്കുന്നത് ഞാനാണ്, രൂപം കൊടുക്കുന്നത് ഞാനാണ്. ആ രൂപം മുഴുവൻ എന്നിലാണ് നിൽക്കുന്നത്, ഞാനാണ് ഓർമ്മ വയ്ക്കുന്നത്. ഈ ലോകം ഒന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ ലോകത്തിൻ്റെ അടിമയോ ഞാൻ, അതോ ലോകത്തിൻ്റെ അധിപനോ ഞാൻ? എന്താ മിണ്ടാത്തെ? ലോകത്തിൻ്റെ അധിപനാണ് ഞാൻ. അങ്ങനെ ഈ ലോകത്തിൽ യജമാനനായി, മാസ്റ്ററായി, അധിപനായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയും. എങ്ങനെയാണ്? ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ വായിക്കുകയാണെങ്കിൽ. അതാ പറഞ്ഞത്, നിത്യോദ്ഭവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗലം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരി. ശ്രീഹരിയെ മനസ്സിൽ പിടിച്ചു വെച്ച്, അകത്ത് പിടിച്ചു വെച്ച് ഇഷ്ടം പോലെ നിങ്ങൾ സഞ്ചരിച്ചോളൂ കൂടെ. പക്ഷേ മനസ്സിൽ വേണം വയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന തകരാറെന്താ? മനസ്സിൽ മാത്രം വയ്ക്കില്ല. ഒരു പൂജാമുറി ഉണ്ടാക്കും, കാലത്ത് അതിൽ വിളക്ക് വയ്ക്കുക. അത് കഴിഞ്ഞാൽ വാതിലടച്ചിൽ വരെ എൻ്റെ കൂടെ വരരുതെന്നും പറയും. എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കണം. കുറേശ്ശെ നുണയൊക്കെ പറയേണ്ടി വരും, തെറ്റൊക്കെ ചെയ്യേണ്ടി വരും. അതിലൊന്നും അങ്ങ് ഇടപെടരുത് കേട്ടോ, ഞാൻ വൈകുന്നേരം വന്ന് നട തുറക്കുമ്പോൾ ഒരു വിളക്ക് വെച്ച് തരാമെന്ന്. അങ്ങനെ ഭഗവാനെ അകറ്റിക്കഴിയുന്ന പമ്പരവിഡ്ഢികളാണ് ഭക്തന്മാരിൽ മിക്കവരും. ഭഗവാനെ കൂടെ കഴിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുക? ഞാൻ പറയും, നിങ്ങളുടെ പൂജയും പുഷ്പമൊക്കെ നിർത്തിക്കോളൂ. ഇന്ന് മുതൽക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുമോ? എനിക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് സംസാരിക്കുക മാത്രമേ ചെയ്യാവൂ. നല്ലത് പറഞ്ഞോളൂ, വഴക്ക് പറഞ്ഞോളൂ, കലഹമായിക്കോട്ടെ, എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ചെയ്യുന്നത് ഭഗവാനോടാവണം. ആ ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങിയാൽ ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഭഗവത് സംഘമുണ്ടാവും. നേരെ മറിച്ച് പൂജ ചെയ്യുകയാണെങ്കിലോ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭഗവാനോട് സംസാരിക്കുക, അത് ചെയ്തൂടെ? വല്ല വിഷമമുണ്ടോ? ശരിക്കും ഒരാളോട് സംസാരിക്കുന്ന മാതിരി ഇങ്ങനെ സംസാരിച്ചോളൂ. എന്ത് വേണമെങ്കിലും അങ്ങനെ നിങ്ങളുടെ കഷ്ടപ്പാടും വയ്യാവിലികളും ബുദ്ധിമുട്ടുകളും ഒക്കെ സംസാരിക്കുക. അങ്ങനെ ഭഗവാന് തൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കി കൊണ്ടുവരിക, തൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഉള്ളിൽ നിന്ന് പോകാത്ത തരത്തിൽ അവിടെ കെട്ടിയിടുക. കാല് ഭക്തിക്കയറ് കൊണ്ട് കെട്ടി വരിഞ്ഞിടുക. പ്രണയരശനയാ ധൃതാംഗ്രിപത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. പ്രണയരശനയാ ഒന്ന് പറയൂ. എന്താ ഇവർക്ക് ഈ പറയാൻ ഇത്ര മടി? നിങ്ങൾ ഇത്ര മഹാഭാവികളാ? ഒന്ന് പറയുന്നപ്പ. പ്രണയരശനയാ ധൃതാംഗ്രിപത്മ. ആ കാലുകൾ വരിഞ്ഞ് കെട്ടണം. യശോദ ചെയ്തത് വലിയ തെറ്റാ. അരയിലാ കെട്ടിയത്, സുഖമായിട്ടാന്ന് പറഞ്ഞു. നേരെ മറിച്ച് കാലാ കെട്ടിയിരുന്നെന്നുണ്ടെങ്കിലോ അമ്മയെ ഒന്ന് അഴിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാല് പ്രണയരശന കൊണ്ട് കെട്ടണം. ആ കയറ് മേടിക്കാൻ അങ്ങാടിക്ക് പോണ്ട, പണം കൊടുത്താൽ കിട്ടൂല. അത് നമ്മുടെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന സ്നേഹം അതിനെ ഒരു കയറാക്കി രൂപീകരിച്ച് ആ കയറ് കൊണ്ട് കാലുകൾ വരിഞ്ഞു കെട്ടണം. അങ്ങനെ കെട്ടാൻ ആർക്ക് സാധിക്കുന്നുവോ സഭവതി ഭാഗവത പ്രധാന ഉക്ത. ആ ആളാണ് ഭാഗവതന്മാരിൽ വെച്ച് ഏറ്റവും വലിയ പ്രധാനിയത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് ആരാ പറയുക? ഇത് ശ്രീമദ് ഭാഗവതം മാത്രമേ പറയുള്ളൂ.
നിങ്ങളൊക്കെ ഈ ഭഗവാനെ ഭജിച്ച് ഭജിച്ച് ഭഗവാനിൽ നിന്ന് അകലുന്നവരാണ്. ഓരോ ദിവസം ചെല്ലുന്നവരും എത്ര അടുത്തു എന്ന് ചോദിച്ചാൽ അവർ പറയാം അയ്യോ അടുത്തിട്ടേ ഇല്ല എന്ന്. ഇത് 30 വയസ്സിലും അത് തന്നെയാണ് പറയുക, 80-ലും അത് തന്നെയാണ് പറയുക, 90-ലും ഇനി 100-ലും അത് തന്നെയാണ് പറയാൻ പോകുന്നത്. അയ്യോ അന്നൊക്കെ ദൂരത്തെന്ന് വിചാരിച്ചു സ്വാമിജി, ഇപ്പോൾ വളരെ അടുത്തിരിക്കുന്നു. ഇപ്പം അങ്ങനെയല്ല, അടുപ്പവും ദൂരമൊന്നുമില്ല. ഭഗവാനും ഞാനും തമ്മിൽ പൂജ്യമാണ് ദൂരം. ഞാനെന്താ പറയാന്നറിയോ നിങ്ങൾക്ക്? പറയട്ടെ. മുമ്പ് ഞാൻ പറയാറില്ല, ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭഗവാനെ എല്ലാവരും പറയും മരണാവസരത്തിൽ അങ്ങയെ വിചാരിച്ച് വിചാരിച്ച് സ്മരിച്ചു മരിക്കണമെന്ന്. ഞാൻ ഒരിക്കലും അങ്ങയെ വിചാരിച്ച് സ്മരിച്ചിട്ട് മരിക്കണം എന്ന് പറയാൻ പോലില്ല. എനിക്ക് അങ്ങയെ സ്മരിക്കേണ്ടിയേ വരരുതെന്നാണ് പറയുന്നത്. സ്മരിക്കണ്ടെന്ന്. എന്താ കാരണം? സ്മരിക്കണമെങ്കിൽ മറക്കണമല്ലോ. എന്താ മിണ്ടാതെ? എപ്പോഴാണ് നിങ്ങൾ സ്മരിക്കുക? മറക്കുമ്പോഴാണ്. അപ്പം ഭഗവാനെ സ്മരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറക്കണം എന്ന്. അപ്പം മറക്കണോ? വേണ്ട. ഇനി എങ്ങാനും ഞാൻ മറന്നു എന്നിരിക്കട്ടെ, ആരാ മറക്കേ? ഭഗവാനെയാണോ മറക്കണത്? സ്മരിക്കുമ്പോഴോ അവർക്ക് മിണ്ടില്ല. ഓർമ്മ വയ്ക്കുമ്പോൾ ആരെയാ ഓർമ്മ വയ്ക്കണേ? അതേ ഭഗവാനെയല്ലേ മറക്കുന്നത്. അപ്പം മറവിലും അദ്ദേഹമുണ്ട്, ഓർമ്മയിലും അദ്ദേഹമുണ്ട്. എന്താ വ്യത്യാസം? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ സ്മരിക്കുകയും മറക്കുകയും ആവശ്യമുണ്ടോ? ഞാൻ പറയും എനിക്ക് ഭഗവാൻ എന്ന് പറയാനും കൂടി നാണാണ്. എന്താ കാരണം? ഭഗവാനല്ലാതെ വല്ലതും ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഞാൻ എന്ന് പറഞ്ഞ് നടക്കാറുണ്ടോ? എന്താ ഞാൻ എപ്പോഴും അവിടെ ഉണ്ട്, പിന്നെ പറയുമോ? നിങ്ങൾ എന്നെ ഓർമ്മ വയ്ക്കാറുണ്ടോ തന്നെ? അമ്മ നിങ്ങൾ അമ്മയാണ് കേട്ടോ, എൻ്റെ അമ്മയാന്ന് പറയാറുണ്ടോ? അമ്മയാണ്. അതുപോലെ ഉള്ളതൊക്കെ ഭഗവാനാണ്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളൂ, എവിടെ വേണമെങ്കിൽ അങ്ങനെ എഴുന്നോളൂ. ഇതാണ് ശരിയായിട്ടുള്ള ഭക്തിയുടെ സ്വരൂപം. ഇതുവരെ നമുക്ക് ഭക്തിയെ വളർത്തി കൊണ്ടുപോകാം. ഈ ഭക്തി ജനിക്കുന്നത് എവിടെയാണ്? മനുഷ്യൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ. വളരുന്നതോ അവിടെ, അത് ഫലിക്കുന്നതോ അവിടെ. അപ്പോൾ ഭഗവത് ഭക്തി എന്ന് പറഞ്ഞാലും നിങ്ങൾ ഭക്തി എന്ന് പറഞ്ഞ് സ്വന്തം ഉള്ളിൽ നോക്കുന്നതൊഴികെ ഒരിക്കലും ഭഗവാനെ നോക്കരുത്. ഭക്തി എന്ന് പറയുന്നതിന് ആധാരം മനുഷ്യ മനസ്സാണ്. ആ മനുഷ്യ മനസ്സിൽ നിർഗളിക്കുന്ന ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തിയെ പൂർണ്ണ പുഷ്കലമാക്കാനുള്ള പ്രയത്നം, അതാണ് ഭാഗവത ധർമ്മം എന്ന് പറയും. ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആണെന്ന് തോന്നുന്നവൻ ഭാഗവതൻ, ഭഗവാന്റെ ആയി കഴിഞ്ഞവൻ ഭാഗവതൻ. അപ്പോൾ നിങ്ങളൊക്കെ ഭാഗവതരാകണം എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെയും ഭൂമാനന്ദ സ്വാമിയുടെ ഉദ്ദേശം. നിങ്ങളൊക്കെ ഭാഗവതന്മാരാവണം, ഭഗവാന്റെ ആവണം. ഈ ലോകം ഭഗവാന്റെ അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങളോ? അത് പറയില്ലല്ലോ. ലോകം ഭഗവാന്റെ ആണെന്ന് എഴുതി ഒപ്പിട്ട് തരും. ആ ലോകത്തിൽപ്പെട്ട ഞാൻ ഭഗവാന്റെ ആണെന്ന് പറയില്ല. നോക്കൂ മനുഷ്യൻ്റെ വിഡ്ഢിത്തം. എത്രത്തോളം മൂർഖനാണ് ഈ മനുഷ്യൻ. എടോ, ലോകം ഭഗവാന്റെ ആണെങ്കിൽ ലോകത്തിൽപ്പെട്ട ഒരു തുരുമ്പ് പോലെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനും ഭഗവാന്റെ അല്ലേ? ഈ ഭൂമി ഭഗവാന്റെ ആണ്, പഞ്ചഭൂതങ്ങൾ ഭഗവാന്റെ ആണെങ്കിൽ ഭൂമിയിലെ ഏതോ ഒരറ്റത്ത് വാഴുന്ന ഒരു മനുഷ്യൻ, അവനും ഭഗവാന്റെ അല്ലേ? അത് പറയാൻ എന്താ അത്ര വിഷമം? ആലോചിക്കൂ. ഞാൻ എന്നോട് ചോദിച്ചാൽ ചുരുങ്ങിയത് 100 മണിക്കൂർ ആലോചിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നും ഞാൻ ഭഗവാന്റെ ആണെന്ന്. 100 മണിക്കൂർ. എന്ത് മണിക്കൂർ? മനോമണിക്കൂർ. വാച്ച് മണിക്കൂറല്ല, മനോമണിക്കൂർ. 100 മണിക്കൂർ. ഓ, ഈ ലോകം ഭഗവാന്റെ ആണെങ്കിൽ ലോകത്തിൻ്റെ ആയ ഞാനും ഭഗവാന്റെ അല്ലേ? ലോകം ഭഗവാന്റെ. അപ്പം ലോകത്തിൽപ്പെട്ട ഞാനും ഭഗവാന്റെ. ലോകം ഭഗവാന്റെ, ഞാനും ഭഗവാന്റെ, ലോകം ഭഗവാന്റെ, ലോകം ഞാനും, ഞാനും ലോകം ഭഗവാന്റെ. ഇങ്ങനെ നിങ്ങൾ പറയൂ. ഒരു 50-25 മണിക്കൂർ പറയൂ. എന്നിട്ട് മനസ്സെങ്ങനെയുണ്ടെന്ന് പറയൂ. ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ ഈ സദസ്സിൽ? ഒന്ന് കൈ പൊന്തിക്കൂ. ഓ, കുറേ ഭേദപ്പാ, തീരെ പാപ്പരന്മാരല്ല. എനിക്ക് തോന്നുന്നു ഈ സഭാനികേതൻ കുറേയൊക്കെ അന്വർത്ഥമായിരിക്കും.
ഈ ഭഗവാനെ മാത്രം നിങ്ങൾ പേടിക്കരുത്, പേടിക്കേരുത്. പേടിക്കാനുള്ള ലിസ്റ്റിൽ നിങ്ങൾക്ക് മക്കളെ പേടിക്കണം, ഭർത്താവിനെ പേടിക്കണം, ഭാര്യയെ പേടിക്കണം, എല്ലാവരെയും പേടിക്കണം. ഇവിടെ പേടിക്കണ്ട എന്നുള്ള ഒരാൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ. സർവ്വഭയങ്ങളും നീക്കുന്ന ആളാണ് ഈ ഭഗവാൻ. അപ്പോൾ ഒരിക്കലും പേടി തോന്നരുത്, സ്വാതന്ത്ര്യം തോന്നട്ടെ, സഹജമായ ഒരു അടുപ്പം നിങ്ങൾക്ക് തോന്നട്ടെ. ഭഗവാനെ വിളിച്ചു വരുത്തേണ്ടതില്ല, പറഞ്ഞയക്കേണ്ടതുമില്ല. നമ്മുടെ പൂജയൊക്കെ ആവാഹനവും അതിനപ്പുറത്തുള്ളതുമാണ്. വിളിക്കുകയും വേണ്ട, വരുത്തുകയും വേണ്ട. ഞാൻ എല്ലാവരോടും ഒരു കാര്യം ചോദിക്കണം, പറഞ്ഞു തരട്ടെ, പറയട്ടെ, കേൾക്കണോ? നമ്മളൊക്കെ ഭൂസന്താനങ്ങളാണ്. ഈ ഭൂമി കോടാനുകോടി ഗ്രഹങ്ങളിൽ ഒരെണ്ണമാണ് ഭൂമി. ആ ഭൂമി സദാ അച്ചുതണ്ടിൽ കിടന്ന് ചുറ്റുന്നു, സൂര്യനെ പ്രദക്ഷിണവും വയ്ക്കുന്നു. അത് നിൽക്കാതെ ഇങ്ങനെ ഒരേ വേഗതയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതിനെ തിരിക്കുന്ന ഒരു നിയമമുണ്ടല്ലോ, ഇല്ലേ? പ്രകൃതിയുടെ നിയമം. സാധാരണ ഫിസിക്കൽ, കെമിക്കൽ, ബയോഫിസിക്കൽ, ബയോകെമിക്കൽ, ബയോളജിക്കൽ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ള നിയമങ്ങളല്ല, ഇത് അതിൽ കവിഞ്ഞ ഒരു നിയമമാണ്. ആ നിയമത്തിന് വിധേയമായിട്ടാണ് ഭൂമി ചുറ്റുന്നത്, സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത്. ആ ഭൂമിയിൽപ്പെട്ട ഒരു സന്താനമായ നാം നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നതോ നമ്മളാണോ, അതോ ശരീരത്തെ നിലനിർത്തുമ്പോൾ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക ഓരോന്ന് ചെയ്യുന്നുവോ? എന്താ നിങ്ങൾ മിണ്ടാതെ? ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ട് അടിക്കുന്നു. ആരാ ഈ ഹാർട്ട് രൂപപ്പെടുത്തിയേ? ആ ഭ്രൂണം, അമ്മയുടെ ഉള്ളിലുള്ളത്. അത് രൂപപ്പെടുത്തിയ ഹാർട്ട് നിങ്ങൾക്ക് ആർക്കും ഭാവനാശക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിക്കുമപ്പാ, ആ ഒന്നുമറിയാത്ത ഒരു സാധനം ഉണ്ടല്ലോ, ആ ഭ്രൂണം, അത് രൂപപ്പെടുത്തിയിട്ടുള്ള ഹാർട്ട് എത്ര കൊല്ലം നിൽക്കാതെ അടിക്കണമെന്ന് പറയും. എൻ്റെ ശരീരത്തിന് 91 വയസ്സായി. 91 കൊല്ലമായിട്ട് പാവം ഈ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ആ ഹാർട്ട് അടിക്കാൻ വേണ്ടി ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതോ ഹാർട്ട് അടിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നുവോ? ഹാർട്ട് അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും പറയും, കാലത്ത് എണീറ്റ് വിളക്ക് കൊളുത്തി നമസ്കരിച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്യും. അപ്പോൾ വിളക്ക് കൊളുത്തുന്നത് ഹാർട്ട് അടിക്കുന്നത് കൊണ്ടോ വിളക്ക് കൊളുത്തിയിട്ട് ഹാർട്ട് അടിക്കണോ? ആ ഹാർട്ട് നിൽക്കാതെ 80, 90, 100 വയസ്സൊക്കെ അതങ്ങ് അടിക്കണ്ടപ്പാ. അത് നമ്മളാരെങ്കിലും ഉന്തിയിട്ടോ തള്ളിയിട്ടോ ആണത് അടിക്കുന്നത്, അല്ലല്ലോ. ആ ഭൂമിയെ ചുറ്റിത്തിരിക്കുന്ന എന്ത് വ്യവസ്ഥയുണ്ടോ അതേ വ്യവസ്ഥയ്ക്ക് വിധേയമായി ഇവിടെ ജനിച്ചവരെ എല്ലാം ഉള്ളിലുള്ള ഹാർട്ട് കിടന്നടിക്കണം. അപ്പോൾ ആ ഹാർട്ട് അടിക്കണു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ 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 ഭഗവാനോട് ബന്ധപ്പെട്ടവരാണോ? ഇനി ബന്ധപ്പെടാനുണ്ടോ? ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് മനസ്സിലാക്കണപ്പാ. അതല്ലേ യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന. ഹാർട്ട് മാത്രമോ? ലങ്സോ, കരളോ, വൃക്കയോ, പാങ്ക്രിയസോ, ബ്ലാഡറോ, കുടലോ, ഇതൊക്കെ രൂപപ്പെടുത്തി നിങ്ങളുടെ ആരുടെയും ഇടപെടലില്ലാതെ ദശാബ്ദങ്ങളോളം പ്രവർത്തിച്ചു വരുന്ന ആ പ്രവർത്തന വിശേഷം മാത്രം പോരെ നിങ്ങൾ മനസ്സിലാക്കാൻ. ബൈ ദ ഗ്ലോറി ഓഫ് ഹ്യൂമൻ ബർത്ത്, മൈ ഡിയർ സോൾസ്, എവരി വൺ ഓഫ് യു ഈസ് കണക്റ്റഡ് ഇനെസ്കേപ്പബ്ലി ടു ദ സുപ്രീം. പരമതത്വത്തോട് നാം ഒരു വിധത്തിലും വിച്ഛേദിക്കപ്പെടാത്ത തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് മനുഷ്യനായതുകൊണ്ട്. മനുഷ്യന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആലോചന നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾക്ക് തുള്ളിച്ചാടിക്കൂടെ കൂട്ടരെ? എന്താ ഈ തേടി നടക്കണേ? എനിക്ക് മനസ്സിലാവില്ല. എവിടേക്കാണ് ഈ പോക്ക്? ഈ ലോകത്തിൽ ആർക്കാർക്കെല്ലാം മനസ്സിന് വിഷമമുണ്ടായിട്ടുണ്ടോ അവരൊക്കെ തത്വോപദേശം കേട്ട് മനസ്സിൻ്റെ വിഷമം തീർന്നവരാ.
45 ലക്ഷം പടയാളികളെല്ലാവരും 18 ദിവസം കൊണ്ട് കൊല്ലപ്പെടുമല്ലോ, ഞാനതിന് കാരണക്കാരനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അർജുനൻ്റെ മനസ്സിൽ സങ്കടമുണ്ടായത്. എന്തൊക്കെയാണ് ഉണ്ടായത്? സങ്കടം, മോഹം, സംശയം, അറിവില്ലായ്മ, ഇതൊക്കെയാണ് ഉണ്ടായത്. നോക്കിയത് സേനയാവാം, ചെയ്യാനുള്ളത് യുദ്ധമാകാം, പക്ഷെ ഉണ്ടായത് മനസ്സിൽ ഇതൊക്കെയാണ്. ഇതൊക്കെ തന്നെയല്ലേ നമുക്കും ഉണ്ടാവുന്നത്? യുദ്ധം വേണോ അതിന്? അത് മുഴുവനും അവിടെ നിർത്തി ഉപദേശിച്ച അർജുനൻ്റെ മനസ്സിൽ നിന്ന് അത് മുഴുവനും അലിഞ്ഞങ്ങോട്ട് പോയി. അമ്പും വില്ലും എടുത്ത് യുദ്ധം ചെയ്ത് അവസാനിപ്പിച്ചു. കൃഷ്ണൻ്റെ ജീവിതത്തിൽ 2 ഉപദേശമാണ് പ്രധാനം. ഒന്ന്, കുരുക്ഷേത്രം എന്ന് പറയുന്ന രണഭൂമിയിൽ യുദ്ധകാഹളങ്ങളെല്ലാം മുഴക്കിയതിന് ശേഷം ശരവിസർജനത്തിന് മുൻപ് അർജുനൻ പടയെ പരിശോധിച്ചപ്പോൾ മനസ്സിൽ വന്ന വിഷമങ്ങളെല്ലാം തീരാൻ വേണ്ടി കൃഷ്ണൻ തേർത്തടത്തിലിരിക്കുന്ന അർജുനനെ നോക്കി കുതിരകളുടെ കടിഞ്ഞാണും പിടിച്ച് പിന്നാക്കം തിരിഞ്ഞ് കഷ്ടപ്പെട്ട് സംസാരിച്ചു. അതൊരു കർമ്മശാസ്ത്രമാണ്. അന്ന് കൃഷ്ണന് എത്ര വയസ്സുണ്ടാവും? എൻ്റെ അഭിപ്രായത്തിൽ ഒരു 60 കാണുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൽ കുറയും. അതേ കൃഷ്ണൻ 125 വയസ്സായപ്പോഴാണ് ഉദ്ധവനെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ 2 പേർക്കും വയസ്സായി. ഉദ്ധവന് ആവശ്യം എന്താ? അവിടെ അർജുനന് ആവശ്യം കർമ്മമാണ്. അപ്പോൾ കർമ്മമാണ് അവിടെ. തസ്മാത് യുദ്ധസ്വ ഭാരത, അതുകൊണ്ട് യുദ്ധം ചെയ്യൂ, യുദ്ധം ചെയ്യൂ, യുദ്ധം ചെയ്യൂ, പ്രവൃത്തിയെടുക്കൂ. കർമ്മമേഖലയിൽ നിന്ന് പിന്മാറരുത്. കർമ്മം ജീവൻ്റെ നാഡിയാണ്, ലോകത്തിൻ്റെ നട്ടെല്ലാണ്. എല്ലാം ഇവിടെ സ്പന്ദമാനമാണ്, നിശ്ചലമല്ല. നൈശ്ചല്യം അത് ലോകത്തിൻ്റെ ഭാഗമല്ല, ജീവിതത്തിൻ്റെ ഭാഗമല്ല. ചലനാത്മകതയാണ് ആവശ്യം. അതുകൊണ്ട് ജോലി ചെയ്യൂ, പ്രവർത്തിക്കൂ എന്നതായിരുന്നു ഗീതയിലത്തെ സിദ്ധാന്തം. ഉദ്ധവൻ്റെ അടുത്തോ അപ്പടി മാറി, ഒക്കെ മാറി. മിണ്ടരുത് ഉദ്ധവ, മിണ്ടരുത്, പൊക്കോളൂന്നാ. ബ്രഹ്മാവ് വന്ന് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ മഹാപ്രഭോ ഇരിക്കണേ? 120 കഴിഞ്ഞ് 5 കഴിഞ്ഞു, 125 ഒരു കുലുക്കമില്ല, ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കണേ ഇപ്പോഴും. ഇന്നലെ ജനിച്ച മതി. അങ്ങയുടെ കസേര അവിടെ ഒഴിഞ്ഞു കിടക്കുക, അവിടെ ഇരിക്കാൻ ആരുമില്ല. അങ്ങ് എന്ത് ഉദ്ദേശത്തിൽ വന്നു അത് മുഴുവനും കഴിഞ്ഞു. എന്ത് ഉദ്ദേശത്തിലാണ് വന്നത്? ഭൂമിയുടെ ഭാരം കുറയ്ക്കണം. അതിനെന്ത് വേണം? എന്താ ഈ ഭൂഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ? ഇവിടെ ജനങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു എന്ന് വെച്ചാൽ കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവണ്ടേ? ഭൂമിയിൽ മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ ഇവരും ഉണ്ടാത്തേ? സമുദ്രതടങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? പർവ്വതങ്ങളിൽ പറ്റുമോ? അപ്പോൾ ഈ ഭൂമിക്ക് താങ്ങാവുന്ന ജനങ്ങളെ ഇവിടെ ജനിക്കാൻ പാടുള്ളൂ. അത് വിട്ടു വന്നാൽ നമ്മളൊക്കെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അപ്പോൾ ഭൂഭാരം ദുഷ്ടന്മാരാൽ കൂടി. അപ്പോൾ അവരെ സംഹരിക്കണം. ഞാൻ ഇന്നാൾ നമ്മുടെ സതീഷ്ജിയോട് പറഞ്ഞു, എല്ലാം കൂടി കൃഷ്ണൻ എത്ര ആളെ കൊന്നിട്ടുണ്ടാവും, നേരിട്ടും അല്ലാതെയും. അപ്പോൾ കണക്കാക്കി എന്നോട് പറഞ്ഞത് 15 കോടി ജനങ്ങളെ കൊന്നു എന്നാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അത് നേരിട്ടല്ല, പല വിധത്തിലുമാണ്. അതിന് ധാരാളം തന്ത്രം ഉപയോഗിച്ചു. ജരാസന്ധൻ മധുരയെ ആക്രമിച്ചപ്പോൾ ആ സേനയൊക്കെ ഒടുക്കിയതിന് ശേഷം ബലഭദ്രൻ തൻ്റെ ഹലവും കൂടി കൊണ്ടുപോയി തലയിൽ അടിക്കാൻ പോയപ്പോൾ ചേട്ടാ അടിക്കരുത് എന്ന് പറഞ്ഞ് കൈ പിടിച്ചു. എന്തേ? അവനെ വിടണം. വിട്ടാലോ അവൻ പിന്നെയും വരും. 21 അക്ഷൗണി സേനയും കൂട്ടി പിന്നെയും വരും. അപ്പോൾ ഈ ദുഷ്ടന്മാരെ പിടികൂടണമെങ്കിൽ ആര് വേണം? ശിഷ്ടന്മാരെ അവരെ പിടിക്കാൻ പറ്റില്ല. ഈ കാട്ടുകള്ളന്മാരെയൊക്കെ പിടികൂടണമെങ്കിൽ കാട്ടുകള്ളൻ ഒരുത്തൻ വേണം. അപ്പോൾ ജരാസന്ധനെ പോലെ ഒരുത്തനെ മാത്രമേ ഈ ദുഷ്ടന്മാരെയൊക്കെ പിടിച്ചൊതുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവനെ അങ്ങോട്ട് വിട്ടേക്കൂ എന്ന് പറയും. ബലരാമൻ കൃഷ്ണൻ പറഞ്ഞാൽ പിന്നെ ധിക്കരിക്കില്ലോ, വിട്ടു. എത്ര തവണ വന്നു മധുരയെ ആക്രമിക്കാൻ? പെരുക്കിക്കോളൂ, എത്രയാ സംഖ്യയാണ്? പിന്നെ കുരുക്ഷേത്രത്തിൽ 45 ലക്ഷമുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി കണക്കാക്കിയാൽ 15 കോടി ജനങ്ങളെ സംഹരിച്ചു എന്നാണ് പറയുന്നത് കൃഷ്ണൻ.
അപ്പോൾ ആ സംഹാരമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ അവിടെ ബാക്കി, അങ്ങോട്ട് മടങ്ങി വരുമെന്ന് പറഞ്ഞു. ആ ഞാനും അതാ വിചാരിച്ചിരിക്കണേ. പക്ഷേ ഒരു കാര്യം ബാക്കിയുണ്ട്. എന്താ അത്? എൻ്റെ ജന്മം കൊണ്ടും എൻ്റെ മിടുക്ക് കൊണ്ടും മികവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടുമെല്ലാം എൻ്റെ കുടുംബക്കാരൊട്ടാകെ ഗർവിഷ്ഠരായിരിക്കുക. ഞാനുള്ളപ്പോൾ അവരുടെ ഗർവിനൊരു തടയുണ്ട്. ഞാൻ പോയാലോ ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല, അവരെ എതിർക്കാനും ആരും ഉണ്ടാവില്ല. അപ്പോൾ കരകവിഞ്ഞൊഴുകിയ സമുദ്രം പോലെ അവരെന്ത് ചെയ്യും? ഈ സമാജത്തിനെ മുഴുവൻ നശിപ്പിക്കും. അപ്പം ഞാൻ എന്ത് വേണം? അവരെ കൊന്നിട്ട് വേണം വരാൻ. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇതാണ് ഭാഗവതം. നല്ലത് മാത്രം പറഞ്ഞാൽ ലോകമാവില്ല, ലോകജീവിതത്തിനുള്ള സാമർഥ്യം കിട്ടില്ല. പൊല്ലാത്തതിനെയും ഈക്വലായിട്ട് വർണ്ണിക്കണം. രാവണനെ മാറ്റി നിർത്തിയാൽ ഒരു രാമായണം ഉണ്ടാവുമോ? അപ്പോൾ എൻ്റെ വംശത്തിനെ കൂടി നശിപ്പിച്ചിട്ട് ഞാൻ വരാമെന്നാണ് പറയണത്. ഇങ്ങനെ ഒരു മുൻകരുതലെടുക്കുന്ന രാജാവുണ്ടോപ്പാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണൻ രാജാവായിരുന്നില്ല, ഒറ്റ രാജ്യത്തിൻ്റെയും രാജാവല്ല. എന്നാൽ രാജാക്കന്മാർ ചെയ്യുന്നതിനേക്കാളുമൊക്കെ എത്രയോ ഏറെ നല്ല കാര്യങ്ങൾ ചെയ്തു. അതും കൂടി കഴിച്ചിട്ട് ഞാൻ മടങ്ങി വരാൻ ബ്രഹ്മാവെ സമാധാനപ്പെട്ട് പൊക്കോളൂ എന്ന്. അത് കേട്ടപ്പോൾ ഉദ്ധവന് വല്ലാതെയായി. എൻ്റെ സ്വാമി പൂവാണല്ലോ, അദ്ദേഹം തീരുമാനിച്ചാൽ പിന്നെ പിൻവലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആരുമില്ലാത്തപ്പോൾ സ്വാമിയുടെ അടുത്ത് ചെന്നു. ആ പടമാണ് ഇവിടെ, സിംഹാസനത്തിലിരിക്കുക നമ്മുടെ കൃഷ്ണച്ചാര്. അപ്പോൾ ഉദ്ധവൻ അവിടെ പോയിരിക്കുക സംസാരിക്കാനായിട്ട്. മഹാപ്രഭോ അങ്ങ് പോവാന്ന് പറയണ കേട്ടു ഞാൻ. അങ്ങനെയാണ് പറഞ്ഞത്, ഞാനാണ് കേട്ടതും. അപ്പം അങ്ങ് പോയാൽ എനിക്ക് അങ്ങയിൽ നിന്ന് അരക്ഷണം പോലും തെത്തും സമുത്സഹേനാഥ വിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അത് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകും. ഇത് വലിയ പൊല്ലാപ്പായില്ലോപ്പാ. ആരെങ്കിലും ഇവിടെ മരിക്കുമ്പോൾ താനും വരടോ, നമുക്ക് രണ്ടാൾക്കും കൂടി പോവാന്ന് പറയുന്നവരുണ്ടോ? ഒന്നാമത് മരണം ഉണ്ടോയെന്ന് ആര് കണ്ടു? മരിച്ച ഒരാളെ നിങ്ങൾ കാണിച്ചു തരാമോ? ഒരാളെ ഞാൻ ഇന്നാൾ മരിച്ചുല്ലോ, നിങ്ങളറിയില്ലേ? ഇന്ന സ്ഥലത്തായിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ ജന്മം അറിയാമോ? എന്താ മിണ്ടാതെ? ഏതെങ്കിലും ഒരാൾക്ക് മരണം അറിയാൻ പറ്റുമോ? അപ്പം നമ്മൾ ജന്മവും മരണവും ഉള്ളവരല്ല. അല്ല, നമ്മുടെ അനുഭവത്തിൽ ജീവിതം മാത്രമേ ഉള്ളൂ, ജന്മവുമില്ല മരണവുമില്ല. മരണം കൃഷ്ണൻ പറയണ മാതിരി അത്യന്ത വിസ്മൃതി, ഒരുറക്ക. പക്ഷേ ആ ഉറക്കത്തിൽ നിന്ന് എണീക്കില്ല. എന്നും നമ്മൾ മരിക്കുക കിടന്നുറങ്ങുമ്പോൾ. പക്ഷേ പിറ്റേ ദിവസം എണീക്കണം. അവസാനത്തെ ഒരു ഉറക്കം കഴിഞ്ഞാൽ പിന്നെ എണീക്കില്ല. ബാക്കിയുള്ളവരാണ് നമ്മുടെ ശരീരത്തിനെ കൈകാര്യം ചെയ്ത് ദഹിപ്പിക്കുക. അവരാ പറയണത് ഇയാൾ മരിച്ചു എന്ന്. അവരാരാ പറയാൻ നമ്മൾ മരിച്ചു എന്ന്? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇനി ഒരാൾ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ആരാ മരിച്ചത്? ശരീരമാണോ? അല്ല. ശരീരം അല്ലാത്തൊന്നുണ്ടെങ്കിൽ അത് അവർ കണ്ടുവോ? എന്താ അവർ മിണ്ടാത്തത്? ശരീരമല്ലാത്തതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യമധർമ്മരാജാവ് പറയുന്നുണ്ടല്ലോ സുയജ്ഞൻ്റെ പത്നിമാരോട്. ആരെങ്കിലും പറഞ്ഞു കാണും, ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ എങ്ങനെയാണ് ഉദ്ധവനെയും കൂട്ടിക്കൊണ്ടു പോവുക? എന്തായാലും കൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു, അതേ ഉദ്ധവൻ്റെ വിഷമം എന്താ? ഞാൻ പൊയ്ക്കളയും. ഉദ്ധവൻ പിന്നാലെ നിൽക്കുന്നൊക്കെയല്ലേ, ഞാനൊരു വഴി പറഞ്ഞുതരാം. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഉദ്ധവനാ പൊയ്ക്കളയും. അപ്പോൾ പൊല്ലാപ്പം എനിക്കായില്ലേന്ന്. ഞാൻ പോകുന്നതിന് മുൻപ് ഉദ്ധവ എല്ലാം വിട്ടു പോവൂ. ഞാൻ പോയ 7-ാം ദിവസം ഈ ദ്വാരക സമുദ്രത്തിൻ്റെ ഉള്ളിലാവും. ഇവിടെ ഇരിക്കാൻ കൊള്ളില്ല, എല്ലാം പൊറുതിമുട്ടി കഴിയേണ്ടി വരും. അതുകൊണ്ട് ഉദ്ധവൻ എല്ലാം നന്നായിരിക്കുമ്പോൾ ഞാനുമുള്ളപ്പോൾ എൻ്റെ മുൻപിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞങ്ങോട്ട് പൊക്കോളൂ ബദരികാശ്രമത്തിലേക്ക്. അവിടെ ചെന്ന് ആ ഹിമാലയത്തിൻ്റെ തണുപ്പ് കാറ്റേൽക്കട്ടെ. അളകനന്ദിയിൽ ഭംഗിയായിട്ട് അളകനന്ദ അവിടെ നന്നായിട്ട് കുളിക്കൂ. ശാന്തശീതളം ശുദ്ധശീതളമായിരിക്കുന്ന വായു ശ്വസിക്കൂ. എന്നെ എല്ലാ ദിക്കിലും കാണൂ. ഒരു കാലത്തിൻ്റെ പോക്കിലാണ് ശരീരം ജനിച്ചത്. അതേ കാലത്തിൻ്റെ പ്രയാണത്തിൽ ശരീരം മരിക്കുകയും ചെയ്യും. സ്വല്പമെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണനെ പ്രദക്ഷിണം വെച്ചു, മെതിയടി മേടിച്ചു, തലയിൽ വെച്ചു, തിരിഞ്ഞു നോക്കി കരച്ചിലോടുകൂടി ഉദ്ധവൻ പോയി.
ഇതാണ് രണ്ടാമത്തെ ഉപദേശം. ഇനി എന്തു വേണം നിങ്ങൾക്ക്? ഊക്കുള്ളത് വരെ കർമ്മം ചെയ്യാനുള്ള കർമ്മശാസ്ത്രം ഭഗവത്ഗീത. ഇനി എപ്പോൾ വേണമെങ്കിൽ പോവാൻ തയ്യാറെടുത്ത് പോകാനുള്ള ഉദ്ധവഗീതയും. ഇത് രണ്ടുമായ മുഴുവനായില്ലേ? എന്താ മിണ്ടാത്തത്? ഞാൻ ഇത്തവണ ഉദ്ധവഗീത പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഒരു കൊല്ലം കൊണ്ട് പറഞ്ഞു തീരുന്നല്ല. ഞാൻ 4 ദിവസമോ 5 ദിവസമോ സംസാരിക്കും. അപ്പോൾ അതിൽ തുടക്കം മുതൽക്ക് പറഞ്ഞ് കുറേശ്ശെ ആയിട്ട് തേരട്ട പോകുന്ന മാതിരി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഭഗവത്ഗീത മാത്രം കേട്ടതുകൊണ്ട് നമ്മളുടെ കർമ്മരംഗത്തിന് മാത്രമേ മറുപടിയായുള്ളൂ. നമുക്ക് വയസ്സാവുക ചെയ്യണത്. വയസ്സായാൽ അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് പോകണം. ആ പോകണം എന്നുള്ള വിചാരം വരുമ്പോൾ ഒരാൾക്കും ഇഷ്ടിക്കരുത്. നമ്മളില്ലാതെ ഈ ലോകത്തിന് കഴിയാൻ പറ്റും, നമ്മൾ ഉണ്ടായിട്ടും കഴിയാൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ ജനിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? അവസാനം ഒന്ന് പറയൂ. ഇല്ല, വായിന്ന് വരണില്ലേ അക്ഷരം? എല്ലാവരും ജനിച്ചു വളരണത് എന്തിനു വേണ്ടിയിട്ടാ? മരിക്കാൻ. എങ്ങനെ മരിക്കണം? ഞാൻ അമരനാണ് എന്ന് അനുഭവിച്ചുകൊണ്ട് മരിക്കണം. മരണമെനിക്കില്ല, 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 മരണമെനിക്കില്ല. ഒരു മിലിറ്ററി ഓഫീസർ അവസാന ദശയിൽ ഡൽഹിയിൽ നിന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടാണ് പോയത്. സ്വാമിജി പറയണത് ഞാൻ കേട്ടു. ഞാൻ ദേഹമല്ല, ആത്മാവാണ്. എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. പക്ഷേ ആ ക്യാൻസറിന് എന്നെ സ്പർശിക്കാൻ പറ്റില്ല. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന് വിചാരിച്ച് ആ ക്യാൻസറിൻ്റെ ആക്രമണത്തിനെ ഞാൻ പ്രതിരോധിച്ച് ഉല്ലാസവാനായി ഞാൻ പോകും എന്നും പറഞ്ഞ് മകളോ എത്ര ഭംഗിയായിട്ട് പെരുമാറി. അവർ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിച്ച് കണ്ണടച്ചെടുക്കും. എന്തു പറയുന്നു നിങ്ങൾ? എല്ലാവരും ഇവിടെ ഏഭ്യന്മാരല്ല, വിഡ്ഢികളല്ല. കുറച്ച് പേരെങ്കിലും നല്ലവരുണ്ട്. ഒരു കൂസലും കൂടാതെ ആ മകള് എന്തുമാതിരി കൈകാര്യം ചെയ്തു അച്ഛനെ. ആ അവസാന നിമിഷം ഇപ്പോൾ നല്ല വിഷമിക്കുമ്പോൾ ഞാൻ എഴുതുകയാണ്, ദേഹത്തിൻ്റെ ധർമ്മം നടത്തട്ടെ, പക്ഷെ നിങ്ങൾ ദേഹമല്ല. ഡോക്ടർമാരാണ് നമ്മുടെ ശരീരത്തെ വേണ്ടതുപോലെ നോക്കി ഒരു വേദനയും അസ്ഖിതിയും ഇല്ലാതെ നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അവരെങ്ങാനും പരാജയപ്പെട്ടാൽ എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അപ്പോഴെങ്കിലും നമ്മൾ ഈ വിചാരം വളർത്തും. അപ്പോൾ ഉദ്ധവനെ അങ്ങനെ പറഞ്ഞയച്ചു. ഇങ്ങനെ 2 ഉപദേശമാണ് കൃഷ്ണപരമാത്മാവിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പല സ്ഥലങ്ങളിലും ഈ ഏകാദശ സ്കന്ധം, മുക്തിസ്കന്ധം മാത്രമായി പ്രതിപാദിക്കുന്ന ശ്രീമദ് ഭാഗവത സദസ്സുകളുണ്ട്. എല്ലാം സപ്താഹമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ഏകാദശ സ്കന്ധം മാത്രമായിട്ട് നമ്മൾക്ക് എടുക്കാനുള്ള ഒരു കാലം വരണം. മറ്റതൊക്കെ ചരിത്രമാണ്, കുറേ സ്തുതികളുമൊക്കെയാണ്. ഏകാദശ സ്കന്ധത്തിലെ മനസ്സിനും ബുദ്ധിക്കും ഗ്രഹിക്കാനുള്ള സത്യങ്ങളും തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാമാണ്. പരീക്ഷിത്ത് എന്താ പറഞ്ഞത്? 6.5 ദിവസം കഴിഞ്ഞപ്പോൾ ശുകമഹർഷിയെ നമസ്കരിച്ച് കൃതജ്ഞത രേഖപ്പെടുത്തി പറയുകയാണ്, ഞാനിതാ എൻ്റെ ഇന്ദ്രിയങ്ങളെ ലോകത്തിൽ നിന്ന് പിൻവലിക്കുന്നു, മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു, ബുദ്ധിയെ മനസ്സിൽ നിന്ന് പിൻവലിക്കുന്നു. ഇതാ അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ ഞാനിതാ വിശ്രമം കൊള്ളുന്നു. തക്ഷകൻ വന്നുപോലും, കടിച്ചുപോലും, കടിത്തീയിൽ നിന്ന് പരീക്ഷിത്തിൻ്റെ ദേഹം ദഹിച്ചുപോലും ഇതൊന്നും അറിയാൻ പരീക്ഷിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരാ പറയുന്നത്. നിങ്ങളെന്താ വിചാരിച്ചേ? ഈ ലോകം ശൂന്യമല്ല, ഇത് ബധിരമോ മൂകമോ അല്ല. ഈ ലോകത്തിന് എല്ലാം രചിക്കാൻ കഴിയുന്നത് പോലെ എല്ലാറ്റിനും ഉത്തരം നൽകാനുമുള്ള ശക്തിയും സാമർഥ്യവും മികവുമുണ്ട്. ഇതാ പരീക്ഷത്തിൻ്റെ ശാപത്തിനുള്ള പ്രതിവിധീത. തക്ഷകൻ വന്നതറിഞ്ഞില്ല, കടിച്ചതറിഞ്ഞില്ല. അതിനു മുമ്പ് തൻ്റെ വിശ്രമം കൈക്കലാക്കി. അതാണ് ഞാൻ ശ്രീമദ് ഭാഗവതത്തെ മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്ന് പറയാറുള്ളത്. എന്ത് പേടിയാടോപ്പാ നിങ്ങൾക്ക്?
പേടിയാത്രേ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ ലോകത്തിലല്ല, ലോകത്തിൻ്റെയാണ് നമ്മൾ. ഇതിൻ്റെ ഒരു ഗതിയെയും വിഗതിയെയും കുറിച്ച് നിങ്ങൾ ലഹള കൂട്ടണ്ട. അതിൻ്റെ ഗതിവിഗതികൾ അതേപോലെ നടന്നോളും. നിങ്ങൾക്ക് വേണ്ട രക്ഷയും ഈ ജഗദീശ്വരൻ തന്നിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. എത്രത്തോളം പ്രഥമ പാഠങ്ങൾ നമ്മൾ കുട്ടികൾ ശീലിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ആവശ്യമോ, അതുപോലെ ഈ ശ്രീമദ് ഭാഗവതം പോലെ രാമായണം പോലെയുള്ള മഹത് ഗ്രന്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ്. അക്ഷരമാല പഠിക്കുന്നത് പോലെ അതിലത്തെ ശ്ലോകങ്ങളും ചിലതെങ്കിലും നമ്മൾ പഠിക്കണം. അതും കൂടി ആയാലേ മനുഷ്യ ജീവിതം പൂർണ്ണമായുള്ളൂ. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാസ്യാത് ദൈവം ന തത്സ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേദ്യ സമുപേത മൃത്യും. ഈ ശ്ലോകം ഞാൻ ആദ്യമായി എപ്പോഴാണ് വായിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പ, ഇങ്ങനെയുമുണ്ടോ ഒരു പറച്ചിൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ഗുരുർന സസ്യാത്. എന്തിനാ സ്വാമിജി ഇങ്ങനെ പറയണേന്ന് ചോദിച്ചാൽ ഇത് പറയാനാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഇത് പറയാൻ മാത്രം, അല്ലാണ്ട് ഉറങ്ങാനുള്ളവരല്ല. ഗുരുർന സസ്യാത്, ആ ആള് ഗുരുവല്ല. സ്വജനോന സസ്യാത്, ആ ആള് സ്വജനവുമല്ല. പിതാന സസ്യാത്, അച്ഛനല്ല. ജനനീന സാസ്യാത്, അമ്മയുമല്ല. ദൈവം ന തത്സ്യാത്, നമ്മൾ കഴുകി അഭിഷേകം കഴിച്ച് ചന്ദനം ചാർത്തി മാലയണിയിച്ച് ദീപാരാധനയും വിളക്കൊക്കെ ആയി കത്തിച്ച് പൂജിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, പടങ്ങൾ, അത് ദൈവം ന തസ്യാത്, അത് ദൈവമല്ല. എങ്ങനെയാണെങ്കിൽ ന പതിശ്ച സസ്യാത്, ഭർത്താവല്ല. ന മോചയേദ്യ സമുപേത മൃത്യും, മൃത്യു ഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ആ മൃത്യു ഗ്രസിച്ചതിൽ നിന്ന് മോചിപ്പിക്കാത്ത ഒരാൾ, ആ ആൾ അച്ഛനല്ല, അമ്മയല്ല, ഗുരുവല്ല, ദൈവമല്ല, ആരുമല്ല. അപ്പോൾ ഓരോരുത്തർക്കുമുള്ള സ്ഥാനം അന്വർത്ഥമാകുന്നത് എപ്പോഴാ? ഒരച്ഛൻ്റെ സ്ഥാനം അന്വർത്ഥമാകുന്നത് എപ്പോഴാ? ഒരമ്മ, അമ്മ എന്ന് പറയാൻ ആ പേരിന് അർഹപ്പെട്ടവളാകുന്നത് എപ്പോഴാ? തനിക്ക് ജനിച്ച കുട്ടികളെ ന മോചയേദ്യ സമുപേത മൃത്യും, എല്ലാവരും മൃത്യുഗ്രസ്തന്മാരാണ് എന്ന് മനസ്സിലാക്കിച്ച് അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള വഴി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് അന്വർത്ഥതയുള്ളൂ. ഇതിലേറെ തുറന്നു പറയുന്ന ഒരു ശാസ്ത്രമുണ്ടോ? എന്താ ഒരു മിണ്ടാതെ? ഒക്കെ ഞെളിഞ്ഞ് നിൽക്കണ്ടല്ലോ ഞാൻ അമ്മയാന്നും പറഞ്ഞിട്ട്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയിൽ ആരാ അമ്മ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ. ഇങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം നിങ്ങൾ എന്തു വേണം? ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. ഇതിൽ ജ്ഞാനം പാടിയിരിക്കുകയാണ്. ഒക്കെ ശ്ലോകങ്ങളാണല്ലോ. യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. ശ്രീമദ് ഭാഗവതം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റണം. ജ്ഞാനം പരം ഗീയതേ ഒന്ന് പറയൂ. നിങ്ങൾ എന്താ ഈ കൊരലടപ്പന്മാരായിട്ടിരിക്കുന്നത്? എല്ലാവരും പറയും ജ്ഞാനം പരം ഗീയതേ, ജ്ഞാനം പരം ഗീയതേ, ജ്ഞാനം പരം ഗീയതേ. പരമമായ ജ്ഞാനമാണ് ഇതിൽ പാടിയിരിക്കുന്നത് ശ്ലോകരൂപത്തിൽ. ശ്ലോകം എന്ന് പറഞ്ഞാൽ ശോകമില്ലാതാക്കുന്നതാണ് ശ്ലോകം. തത്ര ജ്ഞാന വിരാഗഭക്തി സഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം
തത്ര ഈ ശ്രീമദ് ഭാഗവതത്തിൽ ജ്ഞാനവിരാഗഭക്തി സഹിതം ഒന്ന് പറയും. എന്താ നിങ്ങൾക്ക് ഈ 3 വാക്ക് പറയാത്ര വലിയ വിഷമം? ജ്ഞാനവിരാഗഭക്തി സഹിതം, ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. ഈ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ജ്ഞാനം. എന്താ ഈ അറിവ്? 3 കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, മനുഷ്യ വ്യക്തിത്വം എന്താണെന്ന്. അതിൽ ശരീരത്തിനെ പറ്റിയിട്ടുള്ള അറിവ് മാത്രമേ ഡോക്ടർമാരുടെ കയ്യിലുള്ളൂ. ഉൾ വ്യക്തിത്വം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന 3 എണ്ണത്തോട് കൂടിയതും ആത്മാവിൻ്റെ സപ്പോർട്ടോട് കൂടിയുമുള്ള ഒരു ഉൾവ്യക്തിത്വമുണ്ട്. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയോ? ഒന്ന് ഡോക്ടർമാരുടെ അടുത്ത് പോയി ചോദിക്കൂ, ഫിലോസഫി പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കൂ. ആ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ പ്രഭാവം, അതിൻ്റെ മഹിമ, അതിൻ്റെ സാമർഥ്യം, അതിലടങ്ങുന്നത് എന്തെല്ലാം, അതിൻ്റെ വൈഭവം എത്രയുണ്ട്, അതോ മീതെ അതോ ചുറ്റുമുള്ള ലോകമോ മീതെ, സൂക്ഷ്മമോ സ്ഥൂലത്തേക്കാൾ മികവ് ഉള്ളത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത് ഈ കാണപ്പെടുന്ന ദൃശ്യം, അതിൻ്റെ സങ്കീർണത. എന്താ അതിൻ്റെ സങ്കീർണത? താപത്രയോന്മൂലനം. ഈ ലോകം എല്ലാവർക്കും താപത്രയം ഉണ്ടാക്കുന്നതാണ്. അതിനെ നീക്കണമെങ്കിൽ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം, വാസ്തവം അറിയണം. ആ വാസ്തവമാണ് ശ്രീമദ് ഭാഗവതത്തിൽ അടിമുടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? ജ്ഞാനവിരാഗഭക്തി സഹിതം, ജ്ഞാനം, മനുഷ്യ വ്യക്തിത്വം, സങ്കീർണ ലോകം. ഇനി മൂന്നാമതോ, ഒരുവൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ സമ്പർക്കം നടത്തേണ്ടത്, മനുഷ്യനും ലോകവുമായിട്ടുള്ള സമ്പർക്കം. ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ പരിപൂർണ സർവജ്ഞതയായി. വേറെ ഒന്നുമില്ല അറിയാൻ. സ്വന്തം വ്യക്തിത്വം, ചുറ്റുമുള്ള ലോകം, ഇത് രണ്ടും തമ്മിലുള്ള സമ്പർക്കത്തിൻ്റെ വൈശിഷ്ട്യം, അതിൻ്റെ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ ആ വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള വഴി. തത്രജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. ജ്ഞാനമായി, പിന്നെ വിരാഗമായി, വൈരാഗ്യം, ഭക്തി, ഇതെല്ലാം കൂടി നൈഷ്കർമ്യമാവിഷ്കൃതം. എന്താ ഈ നൈഷ്കർമ്മ്യം? ആരെങ്കിലും ചിലരെങ്കിലും അത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവില്ലേ? ജനിച്ചതിന് ശേഷം തുടങ്ങിയതാ കർമ്മം ചെയ്യാൻ. കർമ്മം ചെയ്ത് 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 എവിടെയായി? അപ്പം നമ്മൾക്ക് ഈ കർമ്മം ചെയ്തിട്ടൊരു വിരാമം വരണം. എന്നിട്ട് തോന്നണം, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, കൊടുക്കാനില്ല, മേടിക്കാനില്ല, എനിക്ക് ഒന്നുമില്ല, ഒന്നും വേണ്ട, ഒന്നുമില്ല, ഒന്നും വേണ്ട. എന്താ മിണ്ടാതെ? പ്രസവിച്ച് 2-3 കുട്ടികളൊക്കെ ആയ ഒരു സ്ത്രീ 70, 60, 80 വയസ്സാകുമ്പോൾ പിന്നെ പറയാൻ ഇഷ്ടപ്പെടുമോ? അത് നൈഷ്കർമ്മ്യമാണ്. അതുപോലെയാണ് ഈ ലോകത്തിൽ ജീവിച്ച് ഇഷ്ടം പോലെ ജീവിച്ചു, കൊടുക്കേണ്ടത് കൊടുത്തു, മേടിക്കേണ്ടത് മേടിച്ചു, ഇനി എനിക്ക് വേണ്ട എന്നൊരു തോന്നലുണ്ടല്ലോ. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന് മനസ്സിന് തോന്നണമെങ്കിൽ എന്ത് കിട്ടിയിട്ടാണ് ഈ ഒന്നും വേണ്ട എന്ന് തോന്നുക? ആ ലാഭമാണ് നൈഷ്കർമ്മ്യം. നൈഷ്കർമ്യമാവിഷ്കൃതം. ആ നൈഷ്കർമ്മ്യം ജോലി ചെയ്തിട്ടും ചെയ്യാതെ ഇരുന്നിട്ടും സമ്പാദിക്കേണ്ടതല്ല. അത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പാകം കൊണ്ട് കിട്ടേണ്ടതാണ്. പവിത്രമായ മനസ്സ്, വിശാലമായ ബുദ്ധി, പരമാത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന ബുദ്ധിവിശേഷം. അപ്പോൾ ആ ബുദ്ധി ഇപ്പോൾ ലോകത്തെ മാത്രമേ പ്രകാശിപ്പിക്കുന്നുള്ളൂ, ആ ദ്രഷ്ടാവിനെയും കൂടി പ്രകാശിപ്പിക്കണം, ദൃശ്യത്തെ മാത്രമല്ല. അങ്ങനെ വരുമ്പോൾ ശരി. ആ ഭാഗവതത്തെ നിങ്ങൾ എന്തു വേണം? തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ. തച്ഛൃണ്വൻ, ആദ്യമായിട്ടത് കേൾക്കുക, അതേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എണീറ്റ് വായിക്കാനൊന്നും തോന്നില്ല, പറ്റൂല. അപ്പോൾ ആദ്യം വായിക്കുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെ കേൾക്കുക. ഇവിടെ പലരും ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നിഗമാനന്ദ സ്വാമിജി അത് വളരെ നല്ലോണം വായിക്കുന്നുമുണ്ട്. എത്ര ആളാണ് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ഇവിടെ പ്രത്യേകിച്ചും വന്നിരിക്കുന്നത്? വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് മാ ഗുരുപ്രിയ അതിനു വേണ്ടി 2-3 ദിവസം വരാറുണ്ട്. അപ്പോൾ ആദ്യം കേൾക്കുക. തച്ഛൃണ്വൻ
കുറച്ച് കഴിഞ്ഞാൽ വിപഠൻ എടുത്ത് 1 2 അധ്യായമോ പേജോ ഒക്കെ ഒന്ന് വായിക്കാൻ നോക്കുക. പോരാ, വിചാരണപരോ, ആ കേട്ടതിനെക്കുറിച്ച് ആലോചിച്ച് വിചാരം ചെയ്യുക. ഭക്ത്യാ വിമുച്യേൻ നരഃ, ഭക്ത്യാ വിമുച്യേൻ നരഃ. അങ്ങനെ വരുമ്പോൾ ഭക്തിയിലൂടെ ഒരു മനുഷ്യൻ മോചിപ്പിക്കപ്പെടുന്നു. ഈ ഒരു ശ്ലോകം നിങ്ങളെല്ലാവരും പഠിക്കണം. ആദ്യമായിട്ട് വീട്ടിൽ എഴുതി വയ്ക്കണം. അടുക്കളയിലും വയ്ക്കണം, ഉമ്മർത്തും വയ്ക്കണം, കിടപ്പുമുറിയിലും വയ്ക്കണം, ഇടനാഴിയിലും വയ്ക്കണം. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ. തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേൻ നരഃ. ഈ സത്രത്തിനൊരു വിശേഷമുണ്ട്. എന്താണ് ആ വിശേഷം? 21 ഒരു നല്ല സംഖ്യയാണ്. 21 കൊല്ലം, 3ൻ്റെ പെരുക്കങ്ങളാണല്ലോ. 73 21 കഴിഞ്ഞ് നമ്മൾ ഇനി ഒരു സ്റ്റേജിലേക്ക് പ്രവേശിക്കാൻ പോവുക. അർദ്ധ സെഞ്ചുറി എന്ന് പറയുമല്ലോ, അതേമാതിരി. കഴിഞ്ഞ തവണ സഭാനികേതൻ്റെ പണി പൂർത്തിയായി. ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ പന്തലിട്ടിട്ടാണ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഊണ് കഴിക്കുന്ന സമയത്ത് കുറേ കാറ്റും പൊടിയൊക്കെ ഉണ്ടാവും, ഇരിക്കുന്ന സമയത്തും ഉണ്ടാവും. തൃശ്ശൂരിൽ നിന്ന് ഒരാൾ നല്ലോണം കേൾക്കുന്ന ഒരു സ്ത്രീ എന്നോട് പറയുണ്ടായി, അവിടെ സ്വാമിജി ഡസ്റ്റ് ധാരാളമുണ്ട്, കുറേ വെള്ളമൊക്കെ തെളിക്കാൻ പറയും. പക്ഷെ അങ്ങനെ ആയാലും വൃശ്യമാസത്തിലെ കാറ്റ് വളരെ പ്രധാനമാണല്ലോ. അടിയിലാണെങ്കിൽ ഒരടി താഴുന്നതിന് മുമ്പ് വെള്ളം കിട്ടും. അങ്ങനെ ചെരുപ്പിടാതെ അങ്ങോട്ട് പോകാനൊന്നും പറ്റാത്തൊരു നിലയായിരുന്നു അന്ന്. ആദ്യം നമ്മൾ ചെരുപ്പിടാനുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചു. ചെരുപ്പിടാതെ പോകണം പന്തലിൻ്റെ ഉള്ളിലെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ അതൊന്നും അല്ല, തനവാ. അപ്പോൾ മനുഷ്യർക്ക് പറ്റുമോ അത്? അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ നടത്തിയത്. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇനി ഈ സത്രം എല്ലാ വർഷവും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന്. അപ്പോൾ ഈ മനുഷ്യർ ഇത്ര പേര് വന്ന് അവർക്കൊന്ന് വേണ്ടതുപോലെ ഇരുന്ന് കേൾക്കാനും ഭക്ഷണം കഴിക്കാനും വലിയ പൊടിയും പടലവും ഇല്ലാതെ ഒന്ന് സാധിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു കെട്ടിടം വേണം എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചതും തോന്നിയതും നിശ്ചയിച്ചതൊക്കെ. അപ്പം അത് കെട്ടാൻ പുറപ്പെടുമ്പോൾ തോന്നിയാൽ മാത്രം പോരല്ലോ. അപ്പം ഞങ്ങളെപ്പോലെയുള്ളവരുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് മനസ്സിൽ നല്ല നല്ല കാര്യങ്ങൾ തോന്നും. തോന്നൽ മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല കയ്യിൽ. അതിനുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ മൊട്ടത്തലയന്മാരല്ലേ. അപ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സ്വാമിജി, എൻ്റെ കയ്യിലൊരു ട്രസ്റ്റ് ഉണ്ട്, എനിക്ക് വയസ്സായി, ഞാനത് ക്ലോസ് ചെയ്യാൻ പോവാം. അപ്പോൾ ആ ട്രസ്റ്റിനുള്ള പണമൊക്കെ അത് ചെലവ് ചെയ്യണം. അപ്പോൾ സ്വാമിജിക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ പറയൂ, ഞാൻ ചെക്ക് എഴുതി അയക്കാം, എന്തായാലും കൊള്ളാം. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ആശ്രമത്തിൽ ഇപ്പോൾ ഒന്നും ഒട്ടും ആവശ്യമില്ലല്ലോ, ഒന്നും തോന്നുന്നില്ല, ഒന്നും ഞങ്ങളുടെ മനസ്സിലില്ല. പക്ഷേ പാർലിക്കാട്ട് നൈമിഷാരണ്യത്തിൽ ഒരു സഭാനികേതൻ വേണമെന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. എന്തിനു വേണമെങ്കിൽ ആയിക്കോളൂ. അദ്ദേഹം ആ പൈസ അയച്ചു തന്നു. നമ്മുടെ കയ്യിലും ഒരു പക്ഷേ കുറച്ച് കാണും. പക്ഷെ ആ പൈസ കൊണ്ടൊന്നും ഇങ്ങനെയുള്ളൊരു സംഗതി തീരാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒന്ന് വേണം എന്നൊരു മനസ്സിലൊരു മംഗള ചിന്ത വരും. ആ ചിന്ത വരുമ്പോൾ അത് പറയും, ചിലരൊക്കെ കേൾക്കും, എന്നിട്ട് പുറപ്പെടുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല. പുറപ്പെടുമ്പോഴേക്കും കുറച്ച് പൈസയൊക്കെ തട്ടിക്കൂട്ടി ഓരോരുത്തരൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പുറപ്പെടുമ്പോൾ 100 കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതിന് മുമ്പ് 150 ചിലവുണ്ടായിട്ടു. അപ്പോൾ കയ്യിൽ എപ്പോഴും ഇല്ലാത്ത നിലയാണ്. അപ്പോൾ ഇല്ലാത്ത നില വന്നാൽ ഈശ്വര വിശ്വാസം കൂടാതെ കഴിയില്ലല്ലോ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ വ്യവസായ മേധാവികളൊക്കെ എങ്ങനെയാണ്, 10,000 കയ്യിൽ വെച്ച് 8,000 ചിലവ് ചെയ്യും. നമ്മളിവിടെ ഒന്നുമില്ലാതെ 1,00,000 ചിലവ് ചെയ്യും. ആ 1,00,000 ചിലവ് ചെയ്ത് കഴിയുമ്പോഴേക്കും 80,000 കിട്ടുമെന്ന് വെച്ചോളൂ.
അപ്പോൾ അപ്പോഴേക്ക് 80,000 കിട്ടുമ്പോഴേക്ക് 1,00,000 1,400,000. ഇതാണ് ഈ സജ്ജനങ്ങളുടെയും സത്പ്രവൃത്തികളുടെയും സമ്പ്രദായം. അങ്ങനെയാണ് ഈ 8 കോടി ചെലവ് വന്ന ഈ സഭാനികേതൻ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നിർമ്മിക്കുന്നത് വരെ നിർമ്മാണം എന്നായിരുന്നു നമ്മുടെ മനസ്സിൽ. ആ നിർമ്മാണം കഴിഞ്ഞ തവണയാണ് നമ്മളിത് ഇനോഗ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ തവണയോ അതിന് മുമ്പിലോ ആയപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ചിന്താഗതിയൊക്കെ മാറി. എന്താ മാറിയത്? ഈ സഭാനികേതൻ ഒരു കെട്ടിടമായിട്ട് 365 ദിവസവും നിൽക്കുമ്പോൾ ഇതിന് കൊല്ലത്തിലൊരിക്കൽ ഒരു 10 ദിവസത്തെ പ്രോഗ്രാം മാത്രം നടത്തിയാൽ മതിയോ? ഇപ്പോൾ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ എന്ത് വേണമെങ്കിൽ നടത്താമല്ലോ. അപ്പോൾ ഇവർ എന്തിനാ ഇങ്ങനെ ഒരു കെട്ടിടം കെട്ടണം, ഇതിൻ്റെ ആവശ്യമുണ്ടോ കൊല്ലത്തിലൊന്നും? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരൊറ്റ ആൾ എന്നോട് മിണ്ടരുത്. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഗസ്റ്റ് ഹൗസ് കെട്ടിട്ടുണ്ട്, അതിൽ എത്ര ആൾ വന്നിരിക്കുന്നുണ്ടോ കൊല്ലത്തിൽ? ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടുണ്ട്, 365 ദിവസങ്ങളിൽ എത്ര തവണയാണ് ഉപയോഗിക്കുക? പാർലമെൻറ്റ് കെട്ടിടം എത്ര ദിവസം ഉപയോഗിക്കും? അപ്പോൾ അത് വാടകയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഭക്തജനങ്ങൾ വരുന്നു, അവരുടെ ആവശ്യം വേണ്ടതുപോലെ നിർവഹിക്കണമെന്ന് മനസ്സിൽ തോന്നുന്നു, പലരും അതിന് അനുകൂലമായി സംസാരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു അതിനുള്ള സൗകര്യം ചെയ്യണമെന്ന്. അത് വേണ്ടാന്ന് പറയാൻ നിങ്ങൾ ആരും ഒന്നുമല്ല. ഒരു ദിവസമേ ഉപയോഗിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും, പറ്റിയാൽ ചെയ്യും. ഇപ്പം മിണ്ടരുത്. പിന്നെ ഒരു സ്ഥലവും സൗകര്യവും ഉണ്ടാവുമ്പോഴല്ലേ പിന്നെ എന്താണെന്ന് ആലോചിക്കുക അല്ലേ? അപ്പോൾ ആലോചനയിൽ ആദ്യമായിട്ട് കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടത്തി. വളരെ കേമമായിട്ട് നടന്നു ആ പ്രോഗ്രാം. അച്ഛനമ്മമാർക്കൊക്കെ വലിയ ഇഷ്ടം. ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രോഗ്രാം എപ്പോഴാണെന്ന് ഞാൻ തന്നെ ആലോചിച്ച് ഇവരോട് ചോദിക്കുക, അടുത്ത പ്രോഗ്രാം എപ്പോഴാണ്? പിന്നെ നമ്മൾ സഭാനികേതൻ ഒരു കെട്ടിടമുള്ളത് കൊണ്ട് അത് വേണ്ടതുപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം. എൻ്റെ മനസ്സിലൊരു ഫീലിംഗ് ഉള്ളത്, ഒരു അഭിലാഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭക്തന്മാരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് സ്വാമിജി ഇങ്ങനെ മലയാളത്തിലൊരു പ്രോഗ്രാം നടത്തിയാൽ ഞങ്ങൾക്ക് എന്തായി? അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഒരു 5 ദിവസമെങ്കിലും ഒരു പ്രോഗ്രാം നടത്തണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അതിന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആൾക്കാരെ കിട്ടണ്ടേ? അതത്ര എളുപ്പമാണെന്ന് വിചാരിക്കരുത്. ഒന്ന് ശ്രീമദ് ഭാഗവതം, അതിൽ ആധികാരികമായി സംസാരിക്കണം. രാമായണം സംസാരിക്കാൻ ചിലപ്പോൾ ആൾക്കാരെ കിട്ടിയെന്ന് വരും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ശ്രീമദ് ഭാഗവതത്തെ പോലെ ഒരു പാരമഹംസ്യ സംഹിതയെ വിലപ്പിടിച്ച ഒരു സദസ്സിൻ്റെ മുൻപിൽ അങ്ങനെ അതിനെ ചുരുളഴിച്ച് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളതല്ല. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 15-20 പ്രവക്താക്കളെ കിട്ടിയാൽ നമുക്കൊരു 5 ദിവസത്തെ പ്രോഗ്രാം നടത്താം. ഇപ്പം ഞങ്ങൾ ആശ്രമത്തിൽ 2-3 പേരുണ്ടല്ലോ, ഞങ്ങൾക്കും സംസാരിക്കാം. അതെൻ്റെ മനസ്സിലുണ്ട്. അത് എപ്പോഴാണ് നടക്കാൻ പോണേന്ന് അറിയില്ല. മുമ്പിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് മാത്രമേ ഇവിടെ നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ വർഷക്കാലത്തായാലും നടത്താമല്ലോ, സൗകര്യങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ അത് പോരാ, അതവിടെ ഇരിക്കട്ടെ. നമുക്കിത് എല്ലാ മാസവും എങ്ങനെയെങ്കിലും ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രതിമാസ സത്സംഗം തുടങ്ങിയത്. അതിപ്പോൾ എങ്ങനെയാണ് നടക്കണേ എന്നുള്ളത് പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ഭാഗം നിർവഹണം നടക്കുന്നുണ്ട്, വിജയമേനും കൂട്ടരുമായിട്ട് അത് നടത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സംഘാടകന്മാരെ കൊണ്ട് മാത്രം പറ്റില്ല. ഞങ്ങളുടെ സംഘാടന എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംഘടനയല്ല. അതെയോ? സംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാശും പണമൊക്കെ ചിലവാക്കി ഒരു 500 കോടി ഉറുപ്പിക ചിലവാക്കുക, എന്നിട്ട് നമുക്ക് ഗംഭീരമായിട്ടൊരു പ്രോഗ്രാം നടത്താമെന്ന് പറഞ്ഞാൽ കണ്ടമാനം പത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ എഴുതി അതാ ബുധാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വന്നങ്ങോട്ട് വരും. പക്ഷെ അങ്ങനെ വരുന്നവരിൽ പ്രധാനമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്കിത് നടക്കണമെന്നുണ്ടെങ്കിൽ ശ്രോതാക്കളാണ് ഇതിന് പരിശ്രമിക്കേണ്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രതിമാസ സത്സംഗം ഒരു 200, 300, 400, 500 പേര് വരെ അതിൽ പങ്കെടുക്കണം. എന്നാലേ അത് അന്വർത്ഥമാവുള്ളൂ, കൊടുക്കുള്ളൂ. അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ വരുന്ന ശ്രോതാക്കളുണ്ടല്ലോ, പങ്കെടുക്കുന്നവർ, അവർ ഓരോരുത്തരും 10 പേരെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരണം. ഇപ്പം ഞാൻ എങ്ങനെ സംസാരിക്കുന്നുവോ നിങ്ങളും കൊച്ചു സംസാരകന്മാരായിട്ട് നിങ്ങൾ സംസാരിക്കണം, എന്നിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ആയാലേ ഈ പ്രതിമാസ സത്സംഗം അന്വർത്ഥമാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കാര്യം എടുക്കാനുള്ളത് ശ്രീമദ് ഭാഗവതത്തെ ഒരു മഹത് ശാസ്ത്രമാക്കി പരിഗണിച്ച് ആ ശാസ്ത്രത്തെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥ, അതിങ്ങനെ കേൾക്കുക, സപ്താഹം 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 കേൾക്കണത് ശരിയപ്പ. പരീക്ഷിത്ത് കേട്ടതുപോലെ നിങ്ങൾ കേട്ടാൽ ശരി. അവരുടെ ഭാഷ സംസ്കൃതമാണ്, നമ്മുടെ ഭാഷ സംസ്കൃതമല്ല. അപ്പോൾ അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക മാത്രമല്ല, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. അത് സംസ്കൃതത്തിൽ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തു വേണം? ആലോചിച്ച് നോക്കൂ. ആ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ശാസ്ത്രമാണ്. അതും വിട്ട് പാരമഹംസ്യ സംഹിതയാണ്. ഈശ്വരനെയും ഭക്തിയെയും ലോകത്തെയും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അതിൽ വിശകലനം ചെയ്ത് പ്രതിപാദിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. കൃഷ്ണൻ പറയുകയാണ്, സമന്തപഞ്ചകത്തിൽ വെച്ചിട്ടാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്താ പറയണത്? മഹർഷിമാർ വന്ന് കൃഷ്ണൻ വന്നതിൽ വളരെയധികം സന്തോഷവും കൃതജ്ഞതയും കൃതാർത്ഥതയും പറഞ്ഞപ്പോൾ പറയാണ്, നിങ്ങൾ വന്നതിലാണ് എനിക്ക് കൃതാർത്ഥത. എന്നിട്ട് അദ്ദേഹം പറയാണ്, ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നഹ്യമ്മയാനി തീർത്ഥാനി എന്നാ ഒന്ന് പറയൂ. നഹ്യമ്മയാനി തീർത്ഥാനി പറയൂ. അമ്മയാനി കേട്ട മലയാളം എന്ന് തോന്നും. അപ്പുമയം എന്നാണ്. അപ്പുമയം, അമ്മയാനി. അപ്പെന്ന് വെച്ചാൽ എന്താ? വെള്ളം. അപ്പം ജലരൂപത്തിലുള്ളതല്ല തീർത്ഥങ്ങളെന്ന്. നിങ്ങൾ ദീർഘകാലം ഉപാസിച്ചാൽ നിങ്ങളുടെ ദീർഘകാല ഉപാസനയുടെ ബലത്താൽ നിങ്ങൾക്ക് ശുദ്ധി വരുന്നു. ദർശനാദേവ സാധവ. കണ്ടാൽ മാത്രം, കാണുന്നത് കൊണ്ട് മാത്രം സജ്ജനങ്ങൾ, മഹാപുരുഷന്മാർ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അവർ വായ തുറന്ന് സംസാരിക്കും. വരൂ മോനെ, മോളെ വരൂ, എന്താ നിനക്ക് വേണ്ടത്? പരീക്ഷത്തിനെ എങ്ങനെ ഉപദേശിച്ചു? പരീക്ഷത്തിന് പാമ്പ് വന്ന് കടിക്കുമ്പോഴേക്കും, സർപ്പം വരുമ്പോഴേക്കും മുക്തനായില്ല ഇയാൾ. അതാണ് ദർശനാദേവ സാധവ. എവിടെയാണ് നിങ്ങൾ കേൾക്കുന്നത്? മനസ്സിലായില്ലേ? ഇത് 3 ദിക്കിലും മറ്റും ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ. നാഗ്നിർന സൂര്യോ ന ച ചന്ദ്രതാരകം ന ഭൂർജലം ഖം ശ്വസനോഥ വാങ്മനഃ ഉപാസിത ഭേദകൃതോ ഹരന്ത്യഖം വിപശ്ചിതോ ഘ്നന്തി മുഹൂർത്ത സേവയാ. അതിൻ്റെ അർത്ഥം ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, ചുരുക്കി പറയാം. നമ്മൾ പലതിനെയും ഉപാസിക്കുന്നുണ്ടല്ലോ, നവഗ്രഹങ്ങളെ അടക്കം. ഗ്രഹങ്ങൾ ജഡങ്ങളാണ്. അത് ആകാശത്തിൽ ഇങ്ങനെ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിവിടെ നിന്ന് സ്തുതിക്കുക. എന്നിട്ട് ആ ഗ്രഹം ഇങ്ങോട്ട് നോക്കി, മറ്റത് അങ്ങോട്ട് നോക്കി, ഇതിട്ട് ഉരുട്ടും. ഗ്രഹങ്ങൾക്ക് വല്ല ശക്തിയുണ്ടോ അതിന് ഉരുട്ടാൻ? എന്നാലും നമുക്ക് നവഗ്രഹ പ്രതിഷ്ഠ പ്രധാനമാണ്. അങ്ങനെ അഗ്നി, സൂര്യൻ എന്ന് തുടങ്ങി പലതിനെയും നിങ്ങൾ ഉപാസിക്കുന്നുണ്ടല്ലോ. അവരെ ഉപാസിച്ചാൽ ഭേദകൃതോ ന ഹരന്ത്യഖം. ഉപാസിക്കുന്നവരുടെ പാപത്തെ അവ അപഹരിക്കുന്നില്ല. എന്താ കാരണം? അവരിലുള്ള വ്യത്യാസ ബുദ്ധിയെ ഊട്ടി ഉറപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ ഈ വിവിധ ദേവതകളെ ഉപാസിക്കുന്നത്? ഒക്കെ വേറെ വേറെയാണെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ വേറെ 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 എന്നുള്ള വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉപാസന കൊണ്ട് ഉറക്കിയല്ലേ ചെയ്യണത്. അപ്പോൾ അവർ പാപം അപഹരിക്കണോ അതോ അതിന് കരുത്ത് കൂട്ടണോ? പേടിച്ചു മറുപടി പറയാൻ പേടിച്ചു. നിങ്ങളുടെ പാപബുദ്ധിയെ വർദ്ധിപ്പിക്കുകയല്ലേ അവർ ചെയ്യുന്നത്. ഉപാസിത ഭേദകൃതോ അരന്ത്യകം വിപശ്ചിതോ ഗ്രന്ഥി മുഹൂർത്ത സേവയ. അറിവുള്ളവരെ ചെന്ന് ഒരു മുഹൂർത്തം മാത്രം അവരുടെ മുമ്പിൽ കൂടി അവർ പറഞ്ഞു തരും. ഡോ എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. അത് തൻ്റെ ഹൃദയത്തിലാണ് ഏറ്റവും അടുത്തിരിക്കുന്നത്. ഒറ്റ സ്ഥലത്തേക്ക് പോണ്ട, കണ്ണടച്ചിരുന്നോളൂ.
ഇതൊക്കെയാണ് ശ്രീമദ് ഭാഗവതം. ഈ മഹാശാസ്ത്രത്തെ ജീവിതത്തിൽ ദമ്പതികളെങ്ങനെ ജീവിക്കണം, അച്ഛനമ്മമാരെങ്ങനെ ജീവിക്കണം, കുട്ടികളെ എങ്ങനെ വളർത്തണം, ഈ പ്രപഞ്ചത്തിൻ്റെ നിൽപ്പ് എവിടെയാണ്, ജന്മാദ്യസ്യതോന്വയാദിതരത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കണേ. ആദ്യത്തെ ശ്ലോകം ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ജന്മം, നിൽപ്പ്, ലയം ഇതൊക്കെ എങ്ങനെയാണ്, എവിടുന്നാ, അതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആ പ്രതിപാദിക്കുന്നതിനെയാണ് സത്യം പരം ധീമഹി, അതാണ് പരമസത്യം. അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനുള്ളതാണ്. ആ ബുദ്ധിയിൽ ഞാനതിനെ ആലോചിച്ച് ആലോചനാരൂപത്തിൽ, അന്വേഷണ രൂപത്തിൽ, ഗവേഷണ രൂപത്തിൽ, വിമർശന രൂപത്തിൽ നിലനിർത്തുന്നു എന്ന് പറയുന്നതാണ്. ഇതിനെ അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അത് പഠിക്കണം, കേൾക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കൂട്ടരുണ്ടെങ്കിൽ അവർ വന്നാൽ അവരെ ഇവിടെ താമസിപ്പിച്ച് നമുക്ക് ശ്രീമദ് ഭാഗവതം പൂർണ്ണമായി പഠിപ്പിച്ച ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള സങ്കല്പം. അത് ചുരുങ്ങിയത് ഒരു 100 പേരെങ്കിലും വേണ്ടേ? 100 പേരെങ്കിലും വന്നാൽ ഒരു കൊല്ലോ 1.5 കൊല്ലോ 2 കൊല്ലോ എടുത്ത് നമുക്ക് അതങ്ങനെ വരാൻ ആളുണ്ടാവണം. അവരെ പഠിപ്പിക്കാൻ തക്കതായിട്ടുള്ള ആൾക്കാരെ കിട്ടണം. അവർ ഈ പിച്ചും പേയും പറഞ്ഞാൽ പോരാ, പിച്ചും പേയും പറഞ്ഞാൽ പോരാ. ഭഗവാൻ 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 അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സത്യം മുഴുവനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വ്യാസദേവൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് വെളിപ്പെടുത്തി കൊടുക്കാവുന്ന ആൾക്കാർ വേണം. അങ്ങനെയാണ് മനസ്സിലുള്ള വിചാരം. ഞാൻ നിർത്തട്ടെ. അപ്പം നിങ്ങൾക്ക് ആർക്കും അലംഭാവം പാടില്ല. എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്, അതെ 21 കൊല്ലമായി നടക്കണു, 22ാമത്തെ കൊല്ലത്തെ സത്രവും നടന്നോളും എന്ന് വിചാരിച്ചാൽ അത് മങ്ങും, മുഷിയും. അതിന് നിങ്ങൾ വളരെ ജാഗരൂകതയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ശേമുഷിയോടുകൂടി, ഉണർവും ഊക്കും എല്ലാം വേണം. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ജനങ്ങൾ വരത്തക്ക വിധത്തിലുള്ള പ്രയത്നം അത് നിങ്ങളുടെ കയ്യിലാണ്. അതിൻ്റെ താക്കോല്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഒരു കോംപ്ലസൻസി, ഒരു അലംഭാവം ഉണ്ടാവും. അതെ, നമ്മൾ പന്തെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ സഭാനികേതൻ കെട്ടിടായി, തൂണൊന്നുമില്ലാത്തത്. അവിടെ വന്നോളൂ, ആരും വരില്ല. ഈ ഉത്സവം ആദ്യം ജനിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ്. ഒരു ഉത്സവം നടക്കാൻ പോണു, നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞ് ജനങ്ങളെ വീട്ടിലേക്ക് കല്യാണത്തിന് ക്ഷണിക്കുന്ന പോലെ ക്ഷണിച്ച് കൊണ്ടുവരാനുള്ള ആൾക്കാർ. പിന്നെ എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം, അത് ഇവിടത്തുകാർക്ക് അത് നടത്താനുള്ള എന്നാൽ കഴിവില്ല എന്ന് പറയണോ അതോ ഉത്സാഹമില്ല എന്ന് പറയണോ എന്നറിയില്ല. 1-2 പേര് നമുക്ക് ഈ സത്രത്തിനെ പറ്റി കേരളത്തിലൊട്ടാകെ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കി ക്ഷണിച്ച് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നം നടത്തണം. പിന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമമാണ്. ആ വിഷ്ണു സഹസ്രനാമ ജപം അതെങ്കിലും ഒന്ന് കുട്ടികളെ പഠിപ്പിക്കും. നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൃഷ്ണമൂർത്തി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വിഷ്ണു സഹസ്രനാമം ചൊല്ലാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, വളരെ പ്രഗണി പിടിച്ച ജോലി ചെയ്യുന്നവർ, റെസിഗ്നേഷൻ ലെറ്റർ പോക്കറ്റിലിട്ട് നടക്കുന്നവർ, എന്താ അതിനർത്ഥം? മാനേജ്മെൻറ്റ് അവരുമായിട്ടുള്ള വടംവലിയൊക്കെ ഉണ്ടാവും. ചില സമയത്ത് മിനിസ്റ്റർമാർ സ്വാധീനം ചെലുത്തും, അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയാൻ മനസ്സാക്ഷിയുള്ളവർ സമ്മതിക്കില്ല. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അവരുടെ ശക്തി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ റിസൈൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പോക്കറ്റിൽ റെസിഗ്നേഷൻ നടത്തി കൊണ്ടുപോകുന്നവർ അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ വിഷ്ണു സഹസ്രനാമ ജപത്തിൻ്റെ പേരിലാണ് അവരുടെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടത്. എല്ലാ വെല്ലുവിളികളെയും. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മുമ്പിൽ എന്തുണ്ടാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? പുല്ല് പോലെയാവുന്നില്ല. അവസാനം സർവ്വ പ്രശ്നങ്ങളും മനസ്സിലാണ്. അതിന് ഉത്തരം തരേണ്ടത് ബുദ്ധിയാണ്. അപ്പോൾ ആ മനസ്സിനെ ശക്തിപ്പെടുത്തി, ബുദ്ധിയെ വിശാലമാക്കി, സൂക്ഷ്മത കൂട്ടി, കാര്യങ്ങളെ നിരീക്ഷിച്ച് പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ ഈ വിഷ്ണു സഹസ്രനാമം പോലെ പ്രബലവും സുശക്തവുമായിട്ടുള്ള വേറെ ഒരു ഉപായമില്ല. അതിൻ്റെ അവസാനത്തെ വാക്കെന്താ? എന്താ പദം? സർവപ്രഹരണായുധ. എന്താ?
എന്താ അതിനർത്ഥം? ആയുധം. എന്താ ആയുധം? എന്തിന് പ്രഹരിക്കാൻ? സർവപ്രഹരണ ആയുധ. എവിടെ ആരെ എന്തിനു വേണ്ടിയിട്ട് പ്രഹരിക്കണമെങ്കിലും അതിന് ആയുധമായി തീരുന്നതാണ് ഈ മഹാവിഷ്ണുവും വിഷ്ണു സഹസ്രനാമവും. ഇനി ഇതിലേറെ എന്ത് വേണം? കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയും, പഠിപ്പിൽ പാസ്സാകാത്തവർ പാസ്സാവും. ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു കുട്ടി, അവൻ പറയാണ്, സ്വാമിജി, എൻ്റെ ഒരു ഭക്തൻ എന്തോ പറഞ്ഞിട്ട് അയാൾ അതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ചേട്ടൻ പറഞ്ഞത് പ്രകാരം ചെയ്തു. എനിക്ക് വളരെയധികം, ഞാനൊരു ലോയറാണ്, ചെറുപ്പക്കാരൻ, ഒരു പടി വായിക്കാനുണ്ട്, വായിച്ചത് മുഴുവൻ ഗ്രഹിക്കണം, തള്ളിക്കളയേണ്ടത് തള്ളിക്കളയണം, അങ്ങനെയാണ്. ഞാൻ ആശ്രമത്തിലേക്ക് വരാൻ പോവാണ്. എൻ്റെ മനസ്സും ബുദ്ധിയും ഒക്കെ നന്നാവാൻ, എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് സ്വാമിജി എന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു തരണം. ഇപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 1100 മണിക്കൂർ ആ കുട്ടി ഇംഗ്ലീഷിലൊരു വാക്ക് ജപിച്ചുകൊണ്ടിരുന്നത്. ഫോക്കസ് 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 ഫോക്കസ്. 1100 മണിക്കൂറേ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ എനിക്ക് നല്ല ഫോക്കസ് ഉണ്ടായി. അപ്പോൾ എനിക്ക് എല്ലാം ഉണ്ടാവാൻ സ്വാമിജി എന്താ പറഞ്ഞു തരാം? അപ്പോൾ ആശ്രമത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ തൈര് കടയുന്ന മാതിരിയാണ്, വെണ്ണ എടുക്കുന്ന മാതിരിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കും, അതിൽ നിന്ന് എല്ലാം വരും. അപ്പോൾ അത് കുട്ടികളെ പറഞ്ഞ് അവർക്ക് അതൊരു സംസ്കാരമാക്കി തീർക്കാൻ സാധിച്ചാൽ വളരെ വിശേഷം. അതിന് നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. നന്നായി. ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം. ജയതി ജയതു കൃഷ്ണോ വൃഷ്ടിവംശപ്രദീപഃ. ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ. ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഹരി 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 ഓം തസ്. നമുക്കൊരു സമാപന ഓങ്കാരം ജപിച്ച് പിരിയാം. ഇതാ അതിൻ്റെ മുദ്ര എടുത്തോളൂ. ഓ ഹരി ഓം തസ്. ജയ ഗുരു.